ഹായ് എവ്രി വൺ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് വീഡിയോ ഈ 2 ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന +1 ഇംഗ്ലീഷ് എക്സാമിന് കിട്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോ എന്തായിരിക്കും? +1 എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്യാരക്ടർ സ്കെച്ചസ്. യൂണിറ്റ് 1-ലെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെയും ജെയിൻ വൈൽഡിൻ്റെയും ക്യാരക്ടർ സ്കെച്ചസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷമുള്ള ചാപ്റ്റേഴ്സിലെ ക്യാരക്ടർ സ്കെച്ചസ്, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറി വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് പൂർണ്ണമായി പഠിക്കത്തക്ക രീതിയിൽ നമ്മൾ ചെയ്ത വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. റിവിഷൻ ആവശ്യമായിട്ടുള്ള റിവിഷൻ ക്ലാസ്സസും ഗ്രാമറും ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ കുറേശ്ശായിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി മാത്രമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്ന് കിട്ടുന്ന ഈ ഒരു വീഡിയോ ക്യാരക്ടർ സ്കെച്ചസ് എല്ലാം +1 എക്സാമിന് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഇതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് പഠിക്കാം. എല്ലാം നിങ്ങൾ പഠിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ആസ് എ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ എല്ലാം എനിക്ക് പഠിപ്പിക്കേണ്ടത് കൊണ്ട് ഞാനിവിടെ എല്ലാം ഡിസ്കസ് ചെയ്യും. അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ് ഡിസ്കസ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആദ്യം, അത് കഴിഞ്ഞിട്ടുള്ളത് രണ്ടാമത്, ഏറ്റവും ഇമ്പോർട്ടൻസ് കുറവുള്ളത് ലാസ്റ്റിൽ. പക്ഷേ എല്ലാ ക്യാരക്ടർ സ്കെച്ചസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നത് സെലക്ട് ചെയ്ത് പഠിക്കുക. വളരെ സീരിയസ് ആയിട്ട് കണ്ട് പഠിക്കുക. ഉറപ്പായിട്ടും എക്സാമിന് ഇതിൽ ഏതെങ്കിലും 1-2 എണ്ണം വരെ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ക്യാരക്ടർ സ്കെച്ചസ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. നമ്മുടെ 2ാമത്തെ യൂണിറ്റിലെ 3rd ചാപ്റ്റർ, നമ്മുടെ ഫോക്കസ് ഏരിയയിലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിലെ ക്യാരക്ടർ സ്കെച്ചസ് ആണ് ആദ്യം. ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ്, നമുക്കറിയാം മാഗിയാണ്. മിസ്സിസ് ക്ലിഫോർഡ് ആരാ? ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് മാഗിയാണ്. മിസ്സിസ് ക്ലിഫോർഡ് മാഗീസ് മദർ ആണ്. രണ്ടുപേരുടെയും ക്യാരക്ടർ സ്കെച്ചസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഓദർ പ്രഭാത് കുമാർ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആരാണ്? സെക്കൻഡ് യൂണിറ്റിൽ നമുക്ക് പിന്നെ ക്യാരക്ടർ സ്കെച്ചസ് ഇല്ല. പിന്നെ നമുക്ക് ക്യാരക്ടർ സ്കെച്ചസ് ഉള്ളത് നമ്മുടെ 4th യൂണിറ്റിലെ ദ സെറാങ് ഓഫ് റാണാഗഞ്ചിയിലെ ക്യാരക്ടേഴ്സാണ്. അതിൽ നിന്ന് നമുക്കുള്ളത് ഹസനുണ്ട്, ജോബ് സ്മിത്ത് ഉണ്ട്, ക്യാപ്റ്റൻ ഹാമ്പിളിനെ പറ്റി ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അത് ഞാൻ ഓൾറെഡി എടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വളരെ കുറച്ച് ഡിസ്ക്രിപ്ഷനേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ മെയിനായിട്ട് ഹസനും ജോസ്മിത്തും ഡോക്ടർ AJ ക്രോണിൻ ഓദർ. അപ്പോൾ നോക്കിക്കേ, പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിൽ നിന്ന് മാഗീസ് മദർ ഓദർ, സെറാങ് ഓഫ് റാണാഗഞ്ചിൽ നിന്ന് ഹസൻ, ജോബ് സ്മിത്ത്, AJ ക്രോണിൻ. ഇനിയും ക്യാരക്ടർ സ്കെച്ചസ് ഉണ്ടോ? ഉണ്ട്. നമുക്ക് 5ാമത്തെ യൂണിറ്റിൽ ഗൂസ്ബെറീസ് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു സ്റ്റോറി ഉണ്ട്. അതിൽ നമുക്ക് പഠിക്കാനുണ്ട് നിക്കോളെ ഐവനിച്ചിൻ്റെ ബ്രദർ ഉണ്ട് ഐവൻ ഐവനിച്ച്. പക്ഷേ ഐവൻ ഐവനിച്ച് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നില്ല, അതൊരു ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ആണ്. പിന്നെ വീണ്ടും ഒരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ട് അതിനകത്തിൽ, അലിയോക്കിൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ, അതും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, അത് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ആയതുകൊണ്ട്. പക്ഷേ നിക്കോളെ ഐവനിച്ച് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം കൂടി നമ്മുടെ ലാസ്റ്റ് യൂണിറ്റിലെ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ആണ്. ലാസ്റ്റ് യൂണിറ്റിലെ കോൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഗ്രേറ്റ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി എടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിക്കോളെ ഐവനിച്ച് പഠിക്കണമെന്നില്ല, ഗ്രേറ്റ പഠിക്കണമെന്നില്ല, AJ ക്രോണിൻ പഠിക്കണമെന്ന് നിർബന്ധമില്ല. ഹസനും ജോസ്മിത്തും പഠിക്കുക, ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡും മിസ്സിസ് ക്ലിഫോർഡും പഠിക്കുക. അപ്പോൾ ഇത് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗിയുടെ ക്യാരക്ടർ സ്കെച്ചാണ്. ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ്, തെറ്റിപ്പോകരുത്. ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് എന്ന് വെച്ചാൽ മാഗി ആണ്.
ഒരുപാട് ഡീറ്റെയിൽഡ് പോയിന്റ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു സമ്മറി, അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ പോയിന്റ്സ് കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഒരു വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കേണ്ട സമ്മറികളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമ്മറിയാണത്. ആ ആൻസേഴ്സ് നമ്മൾ വേറെ ഡിസ്കസ് ചെയ്ത് സമയം കളയുന്നില്ല. ഇവിടെ നമ്മൾ മാഗിയുടെ ക്യാരക്ടർ സ്കെച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കാം. ആരാണ് മാഗി? മാഗി ഈസ് എ 13-year-old ബ്രിട്ടീഷ് ഗേൾ. ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ മാഗിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹും ദ ഓദർ പ്രഭാത് കുമാർ മെറ്റ് അറ്റ് ഇംഗ്ലണ്ട്, മെറ്റ് വൈൽ ഹി വാസ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലായിരിക്കുമ്പോൾ നമ്മുടെ ഓദർ പ്രഭാത് കുമാർ കണ്ട 13-year-ഉള്ള പെൺകുട്ടിയാണ് മാഗി. മാഗി ഈസ് എ 13-year-old ബ്രിട്ടീഷ് ഗേൾ whom the author met while he was in England. സിമ്പിൾ, ക്ലാസ്സിൻ്റെ കൂടെ പഠിച്ചു പോവുക. ആരുടെ മകളാണ് മാഗി? ദ ഡോട്ടർ ഓഫ് മിസ്റ്റർ ക്ലിഫോർഡ് ആൻഡ് മാർഗരറ്റ്. ദ ഡോട്ടർ ഓഫ് മിസ്റ്റർ ക്ലിഫോർഡ് ആൻഡ് മാർഗരറ്റ്, ബട്ട് ഷീ ലെഡ് ദ ലൈഫ് ഓഫ് പോവർട്ടി ആൻഡ് ഹാർഡ്ഷിപ്സ്. ദാരിദ്ര്യവും പട്ടിണിയും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതായിരുന്നു അവളുടെ ജീവിതം. നമ്മൾ ആ സെന്റൻസ് ക്ലബ് ചെയ്തതാണ്. Daughter of Mr. Clifford and Margaret, Maggie led a life of poverty and hardships. Maggie led a life of poverty and hardships. Look at the next point. മാഗിയുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ്. ഏതൊരു ക്യാരക്ടർ സ്കെച്ചിലും ടെക്സ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ഫീച്ചേഴ്സ് എഴുതണം. മാഗിയെ പറ്റിയുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ്: ഷീ വാസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ഷീ ഈസ് എന്ന് എഴുതാം. പാസ്റ്റിൽ എഴുതുകയാണ് മുഴുവൻ പാസ്റ്റ് ടെൻസിൽ എഴുതുക, പ്രസൻറ്റിൽ എഴുതുകയാണ് മുഴുവൻ പ്രസന്റ് ടെൻസിൽ എഴുതുക. പാസ്റ്റിൽ എഴുതേണ്ട ഇവൻറ്റ്സ് മാത്രം പാസ്റ്റിൽ എഴുതുക. അപ്പോൾ നമുക്ക് പ്രസൻറ്റിൽ പറയാം. ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ വിത്ത് ലാർജ് ഐസ് ആൻഡ് ഗുഡ് ഹെയർ. ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ വിത്ത് ലാർജ് ഐസ് ആൻഡ് ഗുഡ് ഹെയർ. നല്ല വലിയ കണ്ണുകളും നല്ല മുടിയുമുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് മാഗി. ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ വിത്ത് ലാർജ് ഐസ് ആൻഡ് ഗുഡ് ഹെയർ. ദെൻ there is a problem. She always kept a sad expression on her face. ഞാൻ കംപ്ലീറ്റ് സെൻറ്റൻസ് എഴുതിയിട്ടില്ല. നിങ്ങൾ ഒരു കാരണവശാലും എക്സാമിന് പോയിന്റ് ആക്കി എഴുതരുത്, പാരഗ്രാഫ് ആക്കിയാണ് എഴുതേണ്ടത്. ഒട്ടും ഷോർട്ട് ഫോം യൂസ് ചെയ്യാൻ പാടില്ല, നമ്പേഴ്സ് എഴുതാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഷീ ഓൾവേസ് കെപ്റ്റ് എ സാഡ് എക്സ്പ്രഷൻ ഓവർ ഹെർ ഫേസ്. അവളുടെ മുഖത്ത് എപ്പോഴും ഒരു സാഡ് എക്സ്പ്രഷൻ ആണ് ഉണ്ടായിരുന്നത്. ഷീ ഓൾവേസ് കെപ്റ്റ് എ സാഡ് എക്സ്പ്രഷൻ ഓവർ ഹെർ ഫേസ്. Look at the next point. She is a duty bound, genuine, sincere, hardworking and caring girl. She is, ഇതിൽ ഓർക്കുന്ന വേർഡ്സ് ഒക്കെ എഴുതുക. She is a duty bound, ഉത്തരവാദിത്വ ബോധമുള്ള, ജെനുവിൻ, ആത്മാർത്ഥതയുള്ള, സിൻസിയർ, സത്യസന്ധയായ, ഹാർഡ് വർക്കിംഗ്, കഠിനാധ്വാനിയായ, കെയറിംഗ്, മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന പെൺകുട്ടിയാണ് മാഗി. നോക്കിക്കേ, ഷീ ഈസ് എ duty bound, genuine, sincere, hardworking and caring girl. Look at the next point. She had all the responsibilities of the family at the younger age of 13. At a younger age, she had all the responsibilities of her family. അവളുടെ ഫാമിലിയുടെ എല്ലാ റെസ്പോൺസിബിലിറ്റി അവളുടെ മുകളിലാണ്. Why? Because her father died and her brother was in India. അച്ഛൻ മരിച്ചുപോയി, ബ്രദർ ഇന്ത്യയിലാണ്. നോക്കിക്കേ, she had all the responsibilities of the family at this younger age because her father had died or father died and brother was in India. Then she worked as a typist in the civil service stores. സാറ് പ്രസൻറ്റും പാസ്റ്റും മിക്സ് ചെയ്താൽ പറയുന്നത്. ഏതെങ്കിലും ഒരു ടെൻസിൽ ഫോളോ ചെയ്യുക. ഷീ ഹാഡ് എന്നുള്ളിടത്ത് ഷീ ഹാസ് എന്ന് നമുക്ക് എഴുതാം. ഷീ വർക്ക്ഡ് ആസ് എ ടൈപ്പിസ്റ്റ് എന്നുള്ളിടത്ത് ഷീ വർക്ക്സ് ആസ് എ ടൈപ്പിസ്റ്റ് എന്ന് എഴുതാം. ഷീ വർക്ക്ഡ് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ ദ സിവിൽ സർവീസ് സ്റ്റോഴ്സ്. മാഗിയുടെ ജോലി എന്താ? മാഗി വർക്ക്സ് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ ദ സിവിൽ സർവീസ് സ്റ്റോഴ്സ്. ഷീ സപ്പോർട്ട്സ് ആൻഡ് ഈസ് സപ്പോർട്ടഡ് ബൈ ഹെർ മദർ. അവൾ സപ്പോർട്ട് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ആരാൽ? അമ്മയാൽ. അതാണ്, അമ്മയാണ് വീട്ടിലുള്ള മറ്റൊരു മെമ്പർ. സാർ, അപ്പോൾ ഇത്രയും പ്രസൻറ്റ് ടെൻസിൽ ഒന്നുകൂടെ പറയാം. മാഗി ഈസ് എ 13-year-old ബ്രിട്ടീഷ് ഗേൾ whom the author Prabhat Kumar met
while he was in England. അത് നമുക്ക് പാസ്റ്റ് ടെൻസിൽ പറയാം, കുഴപ്പമില്ല. Then the daughter of Mr. Clifford and Margaret, Maggie leads a life of poverty and hardships. Past ആണെങ്കിൽ Maggie led a life of poverty and hardships. അടുത്ത പോയിന്റ്, she has beautiful eyes. Past ആണെങ്കിൽ she had എന്ന് പറയണം. She has beautiful eyes. She is a beautiful girl with large eyes and good hair. She always keeps, അല്ലെങ്കിൽ she always kept. She always keeps a sad expression over her face. She is. Past ആണെങ്കിൽ she was. She is a duty bound, genuine, sincere, hardworking and caring girl. And the last point, she had all the responsibilities of a family, അല്ലെങ്കിൽ she has all the responsibilities of a family at this younger age because her father died and her brother is in India. പാസ്റ്റിൽ പറയുവാണ് her father died and her brother was in India. Okay. Then അവൾ ചെയ്യുന്ന ജോലി എന്താ? she worked as a typist. പ്രസന്റിലാണ് she works as a typist. പാസ്റ്റ് ആണെങ്കിൽ she worked as a typist. she worked as a typist അല്ലെങ്കിൽ she works as a typist in the civil service stores. And the last point is she supports and is supported by her mother. Past ആണെങ്കിൽ she supported and was supported by her mother. ക്യാരക്ടർ സ്കെച്ച് സാർ രണ്ട് രീതിയിലും പറഞ്ഞു, പ്രസന്റ് ടെൻസിലും എഴുതാം പാസ്റ്റ് ടെൻസിലും എഴുതാം. മിക്സ് ചെയ്യരുത്, ഇവൻസ് ഒഴിച്ച് ബാക്കിയൊന്നും മിക്സ് ചെയ്യരുത്. അപ്പോൾ ഇതാണ് മാഗിയെ പറ്റിയുള്ള പോയിന്റ്. കുറച്ചുകൂടെ ഉണ്ട്, നമുക്ക് നോക്കാം. നൗ മാഗിയെ പറ്റിയുള്ള കണ്ടിന്യൂഷൻ നോക്കുക. ഷീ വാസ് ആൻ ഇൻ്റലിജൻറ്റ് ഗേൾ. She was an intelligent girl. How do we know? Because she did not like the job in the civil service stores. Civil service stores-ലെ ജോലി അവർക്ക് ഇഷ്ടമല്ല. Why? Because it is a mechanical job. അത് വളരെ യാന്ത്രികമായ ഒരു ജോലിയാണ്. She says, I want work that will make me use my head, brain work. എൻ്റെ ഹെഡ് വർക്ക് ചെയ്യിപ്പിക്കുന്ന, എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ജോലി വേണം എനിക്ക് വേണ്ടത്. ആ ഒരു ലൈൻ ഓർത്തിരുന്നോണം, ചിലപ്പോൾ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മാഗി സെയ്സ്, I want work that will make me use my head, brain work. എന്നെ കൊണ്ട് എൻ്റെ ബുദ്ധി ഉപയോഗിക്കുന്ന തരത്തിലുള്ളൊരു വർക്ക് വേണം ചെയ്യിക്കുവാനെന്ന് മാഗിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളിവിടെ ക്യാരക്ടർ സ്കെച്ചിൽ ഇത്ര എഴുതിയാൽ മതി. മാഗി ഈസ് ആൻ ഇൻ്റലിജൻറ്റ് ഗേൾ. ഷീ ഈസ് ജെൻറ്റിൽ and has polite manners. മാഗി ഈസ് ജെൻറ്റിൽ ആൻഡ് ഹാസ് പൊളൈറ്റ് മാനേഴ്സ്. വളരെ ജെൻറ്റിലാണ്, പൊളൈറ്റ് മാനേഴ്സ് ഉള്ള കുട്ടിയാണ്, മര്യാദയുള്ള കുട്ടിയാണ്. ദെൻ ഷീ പ്ലേസ് ദ വയലിൻ. ഇവിടെ സാറ് പാസ്റ്റ് ടെൻസിൽ എഴുതിയേക്കുന്നത്, സാറ് പറയുന്നത് പ്രസന്റ് ടെൻസിലാണ്. ഷീ പ്ലേസ് ദ വയലിൻ. അവൾ വയലിൻ വായിക്കാൻ അറിയാവുന്ന കുട്ടിയാണ്. പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിന് മുമ്പിൽ ദാ ചേർക്കണം. ദെൻ ഷീ ഈസ് എ ലിറ്റിൽ സൂപ്പർസ്റ്റീഷ്യസ്. ഒരു ശകലം അന്ധവിശ്വാസമുണ്ട്. ഷീ ഈസ് എ ലിറ്റിൽ സൂപ്പർസ്റ്റീഷ്യസ്. വൈ? ബിക്കോസ് അത് നമ്മൾ നേരത്തെ സമ്മറിയിൽ ഡിസ്കസ് ചെയ്തതാണ്. വെൻ ദ ഓദർ വിസിറ്റ്സ് ദ ഹൗസ് ഷീ ബ്രിങ്സ് എ ക്രിസ്റ്റൽ റിംഗ് ആൻഡ് ഷീ ബിലീവ്സ് ദാറ്റ് ആൻ ഇന്ത്യൻ കുഡ് ട്രേസ് ഹർ ബ്രദർ ബൈ ലുക്കിംഗ് ഇൻ ടു ദ റിംഗ്. റിംഗിലേക്ക് നോക്കി ഇന്ത്യക്കാരന് ബ്രദറിനെ കണ്ടുപിടിക്കാമെന്ന് അവൾ വിശ്വസിക്കുന്നു. അത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതേണ്ട കാര്യമില്ല. മാഗി ഈസ് എ ലിറ്റിൽ സൂപ്പർസ്റ്റീഷ്യസ്. ബ്രാക്കറ്റ്സിൽ ക്രിസ്റ്റൽ റിംഗ് എന്ന് എഴുതിയാൽ മതി. ദെൻ ഷീ ഓൾവേസ് ഹാഡ് എ ഫീലിംഗ്, എപ്പോഴും ഒരു ഫീലിംഗ് ഉണ്ട്, ദാറ്റ് ഷീ കുഡ് നോട്ട് ഡു എനിത്തിങ് ഫോർ ഹെർ ബ്രദർ. തൻ്റെ ബ്രദറിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊരു ചിന്ത മാഗിക്ക് എപ്പോഴും ഉണ്ട്. പ്രസൻറ്റിൽ എഴുതുമ്പോൾ മാഗി ഓൾവേസ് ഹാസ് ദ ഫീലിംഗ് ദാറ്റ് ഷീ കുഡ് നോട്ട് ഡു, ആ ഭാഗം പാസ്റ്റിൽ എഴുതിയാൽ മതി, ദാറ്റ് ഷീ കുഡ് നോട്ട് ഡു എനിത്തിങ് ഫോർ ഹെർ ബ്രദർ. സോ ഷീ സീസ് ദ ഓദർ ആസ് എ മെസ്സഞ്ചർ. നമ്മൾ സമ്മറിയിൽ പറഞ്ഞതാണ്, മാഗി സീസ് ദ ഓദർ ആസ് എ മെസ്സഞ്ചർ. മാഗി ഓദറിനെ ഒരു മെസ്സഞ്ചർ ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, ദോ ദെയർ വെയർ മെനി സെറ്റ് ബാക്സ് ഇൻ ലൈഫ്. അവളുടെ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ, സെറ്റ് ബാക്സ് ഉണ്ടായിട്ടുണ്ട്. ദോ ദെയർ വെയർ മെനി സെറ്റ് ബാക്സ് ഇൻ ഹെർ ലൈഫ് ഷീ നെവർ കംപ്ലൈൻഡ്. അവൾ ഒരിക്കലും കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. ദോ ദെയർ വെയർ മെനി സെറ്റ് ബാക്സ് ഇൻ ഹെർ ലൈഫ് ഷീ നെവർ കംപ്ലൈൻഡ്. ദെൻ ഷീ സർവൈവ്ഡ്. അവൾ നിലനിന്നത് എന്തുകൊണ്ടാ? only because she was a staunch believer of God. Staunch believer, strong believer of God. കടുത്ത ദൈവവിശ്വാസി ആയിരുന്നത് കൊണ്ടാണ് അവൾ നിലനിന്നത്. മാഗി സർവൈവ്ഡ് only because she was a staunch believer of God. And the last point,
മാഗി ഈസ് എ ട്രൂ റോൾ മോഡൽ ഫോർ ഓൾ ദ ഗേൾസ് ഓഫ് ഹെർ ഏജ്. അവളുടെ പ്രായത്തിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഒരു ട്രൂ റോൾ മോഡലാണ് മാഗി. ഒന്നുകൂടെ നോക്കിക്കേ. ഷീ ഈസ് ആൻ ഇൻ്റലിജൻറ്റ് ഗേൾ, ഷീ ഈസ് ജെൻറ്റിൽ ആൻഡ് ഹാസ് പൊളൈറ്റ് മാനേഴ്സ്. ദെൻ ഷീ നോസ് ഹൗ ടു പ്ലേ ദ വയലിൻ. ദെൻ ഷീ ഈസ് എ ലിറ്റിൽ സൂപ്പർസ്റ്റിഷ്യസ്, ബ്രാക്കറ്റിലെ ക്രിസ്റ്റൽ റിംഗ് ഇൻസിഡൻറ്റ്. ദെൻ she always has the feeling that she could not do anything for her brother. She sees the other as a messenger. Then, although she faces many setbacks in her life, she never complains. Present la parayunnathu avade ezhirikkunna past lanu. Also she faces many setbacks in her life, she never complains. She survives only because she is a staunch believer of God. കടുത്ത ദൈവവിശ്വാസിയായതുകൊണ്ടാണ് അവൾ സർവൈവ് ചെയ്യുന്നത്. ഷീ ഈസ് എ റോൾ മോഡൽ ഫോർ ഓൾ ദ ഗേൾസ് ഓഫ് ഹെർ ഏജ്. അവളുടെ പ്രായത്തിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും മാഗി ഒരു റോൾ മോഡലാണ്. ഇത് ധാരാളമാണ്. 1-2 സെൻറ്റൻസുകൾ വിട്ടുപോയാലും കുഴപ്പമില്ല. ഇത് ഡിപ്പെൻഡ് ചെയ്ത് പഠിച്ച് എഴുതി വെക്കുക. മാഗിയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുമ്പോൾ സമ്മറി എഴുതരുത്, മാഗിയുടെ ക്യാരക്ടർ സ്കെച്ച് വേണം എഴുതാനായിട്ട്. പോയിന്റ് ആക്കി എഴുതരുത്, ഷോർട്ട് നോട്ടാക്കി എഴുതരുത്, പാരഗ്രാഫായിട്ട് തന്നെ എഴുതുക. ഓക്കെ, നമ്മളിനി കാണുന്ന ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത് മാർഗരറ്റ് ക്ലിഫോർഡ്. തെറ്റിപ്പോരുത്, മാർഗരറ്റ് ക്ലിഫോർഡ് അഥവാ മിസ്സിസ് ക്ലിഫോർഡ് എന്ന് പറഞ്ഞാൽ മാഗീസ് മദറാണ്. മാഗി ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡാണ്. മാർഗരറ്റ് ക്ലിഫോർഡും മിസ്സിസ് ക്ലിഫോർഡും മാഗീസ് മദറാണ്. അപ്പോൾ മിസ്സിസ് ക്ലിഫോർഡ് ചോദിച്ചാലോ മാർഗരറ്റ് ക്ലിഫോർഡ് ചോദിച്ചാലോ ബ്രാക്കറ്റിൽ മാഗീസ് മദർ എന്ന് എഴുതിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് ആണെങ്കിൽ മാഗിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് പോയിൻറ്റ്സ് ആക്കി നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങളിങ്ങനെ പോയിൻറ്റ്സ് ആക്കി എഴുതരുത്, പാരഗ്രാഫായിട്ട് എഴുതുക, സെൻറ്റൻസ് ആക്കി, കംപ്ലീറ്റ് സെൻറ്റൻസ് ആക്കി എഴുതുക. നോക്കാം. അപ്പോൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് എടുക്കാം. സാർ ഒരു സെക്കൻഡ് മാറി നിൽക്കാം. അപ്പോൾ ഇത് എഴുതിയെടുത്താൽ പഠിക്കാൻ എളുപ്പമുണ്ട്. ഇന്നത്തെ ദിവസം പഠിക്കേണ്ടത് തന്നെയാണ്, സമയം കളയുമല്ല. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. നോക്കാം. ആരാണ് മാർഗരറ്റ്? മിസ്സിസ് ക്ലിഫോർഡ്. മിസ്സിസ് മാർഗരറ്റ് ക്ലിഫോർഡ് ബിലോങ് ടു എ പുവർ ഫാമിലി. മാർഗരറ്റ് ക്ലിഫോർഡ് ഒരു പാവപ്പെട്ട ഫാമിലിയിലെ മെമ്പറാണ്. ഷീ ലോസ് ഹെർ ഹസ്ബൻഡ് അറ്റ് ആൻ ഏർലി ഏജ്. വളരെ കുഞ്ഞു പ്രായത്തിലെ ഷീ ലോസ് ഹെർ ഹസ്ബൻഡ്, അവർക്ക് അവരുടെ ഹസ്ബൻഡിനെ നഷ്ടപ്പെട്ടു. ഷീ ലിവ്ഡ് വിത്ത് ഹെർ ഡോട്ടർ മാഗി. ഡോട്ടറായ മാഗിയോടൊപ്പമാണ് അവരുടെ താമസം. There was no news about his son for a long time. Her son was in India. അവരുടെ മകൻ ഇന്ത്യയിലാണ്. There was no news about him for a long time. മകനെ പറ്റി കുറേ കാലമായിട്ട് യാതൊരു വാർത്തയുമില്ല. She worried a lot about her son. മകനെ പറ്റി ഓർത്ത് ഒരുപാട് വറി ചെയ്യുമായിരുന്നു. She worried a lot about her son. Okay. She was gentle and hospitable. വളരെ ജെന്റിലായിട്ടുള്ള, ഹോസ്പിറ്റബിൾ, മാന്യമായ മാനേഴ്സുള്ള ഒരാളെ വെൽക്കം ചെയ്യും. വീട്ടിലേക്ക് വരുന്ന ഒരാളോട് മാന്യമായ ആചാര മര്യാദയോടെ പെരുമാറുന്നതിനാണ് ഹോസ്പിറ്റബിൾ എന്ന് പറയുന്നത്. ഷീ വാസ് ജെന്റിൽ ആൻഡ് ഹോസ്പിറ്റബിൾ. ഷീ വെൽക്കംഡ് മിസ്റ്റർ ഗുപ്ത ഇൻ ടു ദ ഹൗസ് വിത്ത് ഫുൾ ഹാർട്ട്. നിറഞ്ഞ മനസ്സോടാണ് മിസ്റ്റർ ഗുപ്തയെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഷീ വെൽക്കംഡ് മിസ്റ്റർ ഗുപ്ത ഇൻ ടു ദ ഹൗസ് വിത്ത് ഫുൾ ഹാർട്ട്. നെക്സ്റ്റ് പോയിന്റ്. ഷീ വാസ് പൊളൈറ്റ് and had polite manners. She was polite, വളരെ വിനയമുള്ള. She had polite manners, വളരെ polite manners ഉള്ള ഒരു സ്ത്രീയായിരുന്നു അവർ. She had a strong sense of responsibility towards her family. തൻ്റെ ഫാമിലിയോട് she had a strong sense of responsibility, നല്ല ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സ്ത്രീയായിരുന്നു. But she was helpless, പക്ഷെ അവർ നിസ്സഹായയായിരുന്നു. That was why she sent her daughter for a job. അതുകൊണ്ടാണ് മകളെ ജോലിക്ക് അയച്ചത്. So she was gentle and had polite manners. She welcomes Mr. Gupta with full hearts when he visited the house. She welcomed Mr. Gupta with full heart when he visited the house. She was polite and had gentle manners. She had strong sense of responsibility towards her family. നമുക്ക് എങ്ങനെ അറിയാം? She made cakes to sell on Saturdays. സാറ്റർഡേസിൽ വിൽക്കാൻ വേണ്ടി അവർ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. She supported and was supported by her daughter Maggie. അവർ സപ്പോർട്ട് ചെയ്തു, സപ്പോർട്ടഡ് ആവപ്പെട്ടു മാഗിയാൽ. She supported and was supported by her daughter Maggie. പിന്നെ ഇത് നമ്മൾ മുമ്പേ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, തിരിച്ചും മറിച്ചും എഴുതാം.
ഷീ ഹാഡ് എ സെൻസ് ഓഫ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഒരു ശകല ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. എങ്ങനെ അറിയാം? മാഗിക്ക് വയലിൻ ലെസൺസ് അറേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നവർ പറയുന്നുണ്ട്, പക്ഷെ സാമ്പത്തികമില്ല. ഷീ ഹാഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഇതൊക്കെ കീ പോയിന്റ്സ് ആണ്. പിന്നെ ഷീ വാസ് എ ലിറ്റിൽ സൂപ്പർസ്റ്റിഷ്യസ്. ശകല സൂപ്പർസ്റ്റിഷ്യസാ. മാഗിയുടെ അതേ പോയിന്റാണ്. ഷീ ബിലീവ്ഡ് ദാറ്റ് ആൻ ഇന്ത്യൻ കുഡ് ട്രേസ് ഫ്രാങ്ക് ബൈ ലുക്കിംഗ് ഇൻ ടു ദ ക്രിസ്റ്റൽ റിംഗ്. ഫോർ ഹെർ ദ ക്രിസ്റ്റൽ റിംഗ് വാസ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ഹോപ്പ്. അവരെ സംബന്ധിച്ച് ക്രിസ്റ്റൽ റിംഗ് ഒരു ഒബ്ജക്റ്റ് ഓഫ് ഹോപ്പ്, ഒരു പ്രതീക്ഷയുടെ അടയാളമായിരുന്നു. ആൻഡ് വെൻ ദ ഹോപ്പ് ഡിസെൻസ്, ആകെ ഉള്ളൊരു പ്രതീക്ഷ ഡിസെൻഡ് ചെയ്യുമ്പോൾ, അവസാനിക്കുമ്പോൾ, ഷീ ബിക്കംസ് ഇൽ, അവർ രോഗിയായി മാറും. അതൊക്കെ എഴുതാം. വെൻ ദ ഒൺലി ഹോപ്പ് ഡിസെൻസ്, ഒരേ ഒരു പ്രതീക്ഷ അസ്തമിക്കുമ്പോൾ, ഷീ ബിക്കംസ് ഇൽ, ഷീ ബിക്കെയിം ഇൽ. വെൻ ദ ഒൺലി ഹോപ്പ് ഡിസെൻഡഡ്, പാസ്റ്റ് ടെൻസിൽ, ഷീ ബിക്കെയിം ഇൽ, അവരൊരു രോഗിയായിട്ട് മാറുകയാണ്. മാഗിയുടെ അതേ പോയിന്റ് എഴുതാം. ഷീ സർവൈവ്ഡ് ഓൺലി ബിക്കോസ് ഷീ വാസ് എ സ്റ്റോഞ്ച് ബിലീവർ ഓഫ് ഗോഡ്. ദൈവത്തിൽ കടുത്ത വിശ്വാസിയായിരുന്നത് കൊണ്ടാണ് അവർ സർവൈവ് ചെയ്യുന്നത്. ഷി വാസ് ആൻ ഓർത്തഡോക്സ്. ഓർത്തഡോക്സ് എന്ന് വെച്ചാൽ അവർ നമ്മൾ പള്ളി സെക്റ്റ് അല്ല പറയുന്നത്, മറിച്ച് യാഥാസ്ഥിതികയാണ് എന്നാണ് പറയുന്നത്. ഷി വാസ് ആൻ ഓർത്തഡോക്സ് ബട്ട് ഷി വാസ് ഓപ്പൺ ടുവേർഡ്സ് ദ മോഡേൺ. ഓർത്തഡോക്സ് ആയിരുന്നു എങ്കിലും, യാഥാസ്ഥിതികയായിരുന്നെങ്കിലും മോഡേണിനോട് ഓപ്പൺ മെൻറ്റാലിറ്റി ഉള്ളൊരു സ്ത്രീയായിരുന്നു. ഷി വാസ് ഓർത്തഡോക്സ് ബട്ട് ഷി വാസ് ഓപ്പൺ ടു ദ മോഡേൺ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺക്ലൂഷൻ എഴുതാവുന്ന ഒരു സെൻറ്റൻസ് ആണ്, മിസ്സിസ് ക്ലിഫോർഡ് ഈസ് റൂൾഡ് ബൈ ഹെർ ഫീലിങ്സ് റാദർ ദാൻ റീസൺ. മിസ്സിസ് ക്ലിഫോർഡ് ഈസ് റൂൾഡ് ബൈ ഹെർ ഫീലിങ്സ് റാദർ ദാൻ റീസൺ. എന്താ റൂൾഡ് ബൈ ഹെർ ഫീലിങ്സ് എന്ന് വെച്ചാൽ? ഫീലിങ്സ് ആണ് അവരെ ഭരിക്കുന്നത്, റീസൺ അല്ല. അവരുടെ ബ്രെയിൻ അല്ല അവരെ ഭരിക്കുന്നത്, അവരുടെ ചിന്തകളാണ് അവരെ ഭരിക്കുന്നത്. യുക്തിയല്ല, ചിന്തകളാണ് ഭരിക്കുന്നത്. എങ്ങനെയാണ് പറയുക? ഷീ ഈസ് റൂൾഡ് ബൈ ഹെർ ഫീലിങ്സ് റാദർ ദാൻ റീസൺ. ഈ സെൻറ്റൻസ് പഠിച്ചു വെച്ചാൽ നമുക്ക് ലൈഫിൽ ഒരുപാട് അടുത്ത ആവശ്യം വരും. ഷീ ഈസ് റൂൾഡ് ഓവർ ബൈ ഫീലിങ്സ് റാദർ ദാൻ റീസൺ. അപ്പൊ എങ്ങനെ എഴുതാം? മിസ്സസ് ക്ലിഫോർഡ് ഈസ് എ ലേഡി ഹു ഈസ് റൂൾഡ് ഓവർ ബൈ റീസൺ, റൂൾഡ് ഓവർ ബൈ ഫീലിങ്സ് rather than reason. Past എഴുതിയാൽ Mrs. Clifford was a lady who was ruled over by her feelings rather than reason. And the last point, finally, she recovered and coped up with the realities. She recovered, അവർ recover ചെയ്യും, and coped up with the reality. Realities ആയിട്ട് കോപ്പ് അപ്പ് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും. She is a typical mother. Typical mother, ഒരു യഥാർത്ഥ അമ്മയാണ് അവർ. അമ്മമാരെങ്ങനെയാണോ അങ്ങനെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാർഗരറ്റ് ക്ലിഫോർഡ് അല്ലെങ്കിൽ മിസ്സിസ് ക്ലിഫോർഡ് അല്ലെങ്കിൽ മാഗീസ് മദറിൻ്റെ ക്യാരക്ടർ. ഞാൻ വീണ്ടും പറയുന്നില്ല, അത്ര അങ്ങ് ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് യു ഗോ ത്രൂ ഇറ്റ്. അഥവാ ചോദിച്ചാൽ എഴുതാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ വേണം. നോക്കിക്കേ, കീ പോയിന്റ്സ് നോക്കിക്കേ. ബിലോങ് ടു എ പുവർ ഫാമിലി, ലോസ് ഹെർ ഹസ്ബൻഡ് അറ്റ് ആൻ ഏർലി ഏജ്, ലിവ്ഡ് വിത്ത് ഹെർ ഡോട്ടർ മാഗി, no news about her son for a long time. There was no news about her son for a long time who was in India. Gentle and hospitable, keywords. Welcomes Mr. Gupta with open heart. Polite and kept manners. Had a strong, അടുത്ത പോയിന്റ് ആണിത്, had a strong, ഹൈഫനറ്റ് എഴുതരുത്, she had a strong sense of responsibility towards her family. വേണമെങ്കിൽ എഴുതാം, she made cakes to sell on Saturdays. She supported and was supported by her daughter Maggie. Had a strong sense of inferiority complex. She was a little superstitious. She saw the crystal ring as an object of hope. When the only hope descended, she becomes ill. Staunch, she was a staunch believer of God. That is why she survived. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ്, മിസ്സിസ് ക്ലിഫോർഡ് ഈസ് എ ലേഡി ഹൂ വാസ്, മിസ്സിസ് ക്ലിഫോർഡ് വാസ് എ ലേഡി ഹൂ വാസ് റൂൾഡ് ഓവർ ബൈ ഹെർ ഫീലിങ്സ് റാദർ ദാൻ റീസൺ. ഫൈനലി ഷീ കോപ്ഡ് അപ്പ് വിത്ത് റിയാലിറ്റീസ്, ഷീ റിക്കവേർഡ്, ഷീ ഈസ് എ ടിപ്പിക്കൽ മദർ. ഇങ്ങനെ എഴുതുക. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം. ഇതൊരു ഡയറക്റ്റ് ക്യാരക്ടർ സ്കെച്ച് അല്ല, പ്രത്യേകിച്ച് ഒരു ക്യാരക്ടർ അതിനകത്ത് പറയുന്നില്ല. നമ്മൾ ആ സ്റ്റോറി വായിച്ച് മനസ്സിലാക്കിയെടുത്ത് ഉണ്ടാക്കേണ്ട ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ആവറേജ് ആൻസർ എഴുതിയാൽ മാക്സിമം മാർക്ക് കിട്ടും. പെട്ടെന്ന് ആ സ്റ്റോറി വായിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മിസ്റ്റർ ഗുപ്തയെ പറ്റി അല്ലെങ്കിൽ പ്രഭാത് കുമാർ മുഖോപാധ്യായ്, മിസ്റ്റർ ഗുപ്ത അല്ലെങ്കിൽ പ്രഭാത് കുമാർ മുഖോപാധ്യായ്, ഓതർ ഓഫ് ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, അതിനകത്തിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ നമ്മുടെ സമ്മറിയുടെ കൂടെ ഈ 3 ക്യാരക്ടർ സ്കെച്ചോട് ചേരുമ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് എന്ത് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന ലെവലായി. പിന്നെ റോൾ ഓഫ് ഹോപ്പ്, സിഗ്നിഫിക്കൻസ് ഓഫ് ക്രിസ്റ്റൽ റിംഗ്,
അത് രണ്ടും ഒരേപോലത്തെ സെൻറ്റൻസുകളാണ് വരുന്നത്. അത് നമ്മൾ സമ്മറിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ അതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ സമ്മറിക്കുള്ളിൽ. അപ്പോൾ സമ്മറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ 3 ക്യാരക്ടർ സ്കെച്ച് ഒന്ന് ഓടിച്ചു നോക്കാം. ആരാണ് മിസ്റ്റർ ഗുപ്ത അല്ലെങ്കിൽ പ്രഭാത് കുമാർ? He is the author of the story, The Price of Flowers. The author of the story, The Price of Flowers. Price of Flowers എന്ന സ്റ്റോറിയുടെ ഓഥർ ആണ് മിസ്റ്റർ ഗുപ്ത. Was gentle. He is gentle and has polite manners. Gentle ആണ്, polite manners ഉള്ള ആളാണ്. Same sentence. When Maggie shows curiosity in knowing whether he is an Indian, അദ്ദേഹം ഇന്ത്യക്കാരനാണോ എന്നറിയാൻ മാഗി ക്യൂരിയോസിറ്റി കാണിക്കുമ്പോൾ, റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ക്യൂരിയോസിറ്റി കാണിക്കുമ്പോൾ, ഷീ ടോക്സ് വിത്ത് മാഗി, അദ്ദേഹം മാഗിയോട് സംസാരിക്കുക. വെൻ മാഗി ഷോസ് ക്യൂരിയോസിറ്റി ഇൻ നോയിങ് വെദർ ഹി ഈസ് ആൻ ഇന്ത്യൻ, ഹി ടോക്സ് വിത്ത് ദ ഗേൾ, അദ്ദേഹം അവളോട് അങ്ങോട്ട് പോയി സംസാരിക്കും. ഷീ വിസിറ്റ്സ് ഹർ ഹൗസ്, അദ്ദേഹം അവരുടെ വീട് വിസിറ്റ് ചെയ്യും. ഷീ സപ്പോർട്ട്സ് ദ ഫാമിലി ഇമോഷണലി, ഇമോഷണലായിട്ട് അദ്ദേഹം ആ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നു. ഹീ സപ്പോർട്ട്സ് ദ ഫാമിലി. ഹീ ലവ്സ് ആൻഡ് കെയർസ് മാഗി. ഹീ ഈവൻ ആക്ട്സ് ആസ് എ ബ്രദർ, മാഗിയെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യും, മാഗിയുടെ ബ്രദറായിട്ട് ആക്ട് ചെയ്യുക വരെ ചെയ്യും. ഹീ ലവ്സ് ആൻഡ് കെയർസ് മാഗി. ഹീ ഈവൻ ആക്ട്സ് ആസ് എ ബ്രദർ. ഹീ ടേക്സ് ഹർ ഫോർ എ ട്രിപ്പ് ടു ദ സൂ ആൻഡ് പാർക്ക്, പാർക്കിൽ സൂലും ഒക്കെ അവൾ ട്രിപ്പിന് കൊണ്ടുപോകും. സോ he loves and cares Maggie, takes her for a trip to the zoo and the park. He even acts as if her brother ആണെന്നുള്ള he acts as if he is her brother. അദ്ദേഹം അവളുടെ ബ്രദർ ആണെന്നുള്ള രീതിയിൽ അദ്ദേഹം അദ്ദേഹം പെരുമാറും, അഭിനയിക്കുകയല്ല പെരുമാറും. He empathizes with the family. സിമ്പതി എമ്പതി രണ്ടാണ്. സിമ്പതി ഓ കഷ്ടം, എമ്പതി അവിടേക്ക് ചെന്നിട്ട് സഹായിക്കുക, അതിലും ഒരു ഹയർ ഫീലിംഗ് ഉണ്ട്. ബി വൺ വിത്ത് അവരോടൊപ്പം ആവുക, ഇത് 3 ഫീലിങ്സ് ആണ്. അദ്ദേഹം എംപതൈസ് ചെയ്യുകയാണ്. ഹി എംപതൈസസ് വിത്ത് ദ ഫാമിലി, അദ്ദേഹം ഫാമിലിയോട് എംപതൈസ് ചെയ്യുന്നു. ആൻഡ് ഹി ഡസ് ഹെൽപ്പ്. ഹി ഈവൻ ലൈസ് ദാറ്റ് ഫ്രാങ്ക് ഈസ് സേഫ് ഓൺ മാഗീസ് റെക്കമെൻഡേഷൻ. ഹി ഈവൻ ലൈസ്, അദ്ദേഹം കള്ളം വരെ പറയും. ദാറ്റ് ഫ്രാങ്ക് ഈസ് സേഫ്, ഫ്രാങ്ക് സേഫ് ആണ് അദ്ദേഹം കള്ളം പറയും. അപ്പോൾ മാഗീസ് റെക്കമെൻഡേഷൻ, മാഗി റെക്കമെൻഡ്, അമ്മയ്ക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഫ്രാങ്ക് സേഫ് ആണെന്ന് വരെ അദ്ദേഹം കള്ളം പറയും. ഹി അഷ്വേഴ്സ് ദാറ്റ് ഹി വിൽ വിസിറ്റ് ഫ്രാങ്ക്സ് ടൂം ആൻഡ് സെൻഡ് ലെറ്റേഴ്സ് ടു മാഗി. ഹി അഷ്വേഴ്സ് ദാറ്റ് ഹി വിൽ വിസിറ്റ് ഫ്രാങ്ക്സ് ടൂം, ഫ്രാങ്കിൻ്റെ ടൂമ്പ് വിസിറ്റ് ചെയ്യുമെന്ന് ഉറപ്പ് കൊടുക്കുന്നു. ആൻഡ് സെൻഡ് ലെറ്റേഴ്സ് അയക്കുമെന്ന് ഉറപ്പ് കൊടുക്കുന്നു. ഇത്രയൊക്കെ അറിഞ്ഞിരുന്നാൽ മതി. അതുകൊണ്ടാണ് വലിയ സ്ട്രെസ് കൊടുക്കാതെ പറയുന്നത്. എന്നാലും ഒന്നുകൂടി ഓടിച്ച് പറയാം. ദ ഓഥർ ഓഫ് ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഈസ് ജെന്റിൽ ആൻഡ് ഹാസ് പൊളൈറ്റ് മാനേഴ്സ്, talks with Maggie when she shows curiosity in knowing whether he is an Indian. He visits her house. He supports the family. Loves and cares Maggie. He acts as if he is her brother. He takes for a trip to the zoo and the park. He empathizes with the family. He even lies for Maggie to her mother that Frank is safe after looking into the ring. He assures that he will visit Frank's tomb and will send letters to her. ഇത്ര മതി. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്യാരക്ടർ സ്കെച്ച് ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച്. ചാപ്റ്ററിൻ്റെ സമ്മറിയുടെ ഒരു മെയിൻ ഭാഗം ഇതിനകത്ത് വരുന്നുണ്ട്, നിർബന്ധമായിട്ട് പഠിക്കുക. ആരാണ് ഹസൻ? ഹസൻ ഈസ് ദ സെറാങ് ഓഫ് ദ ഷിപ്പ് ദ റാണാഗഞ്ചി. റാണാഗഞ്ചി എന്ന ഷിപ്പിലെ സെറാങ് ആണ് ഹസൻ. അദ്ദേഹത്തിൻ്റെ ജോലി എന്താ? ഹി ഹെഡ്സ് ദ ക്രൂ ഓഫ് ലാസ്കേഴ്സ് ഇൻ ദ ഷിപ്പ്. ലാസ്കേഴ്സിന്റെ ക്രൂവിനെ, ഷിപ്പിലെ ലാസ്കേഴ്സിന്റെ ക്രൂവിനെ ഹെഡ് ചെയ്യുക എന്നതാണ് ഹസന്റെ ജോലി. ആൻഡ് ഹി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദ സെയിം ഷിപ്പ് ഫോർ ലാസ്റ്റ് 15 years. കഴിഞ്ഞ 15 വർഷമായിട്ട് അദ്ദേഹം ഇതേ ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ഹസൻ ഈസ് ദ സെറാങ് ഓഫ് ദ ഷിപ്പ് റാണാഗഞ്ചി. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദ ഷിപ്പ് ഫോർ ദ ലാസ്റ്റ് 15 years. ഹി ഹെഡ്സ് ദ ക്രൂ ഓഫ് ലാസ്കേഴ്സ് ഇൻ ദ ഷിപ്പ്. അടുത്ത പോയിന്റ് ഫിസിക്കൽ ഫീച്ചറാണ്. ഹി ഈസ് എ സ്ക്വാട്ട്, തടിച്ചു കുറുകിയ. ഹി ഈസ് എ സ്ക്വാട്ട് ആൻഡ് അഗ്ലി ലുക്കിംഗ് സീമാൻ, കാണാൻ ഒരു ഭംഗിയില്ലാത്തൊരു മനുഷ്യൻ, ഒരു വൃത്തികെട്ട രൂപമായിട്ട് നമുക്ക് തോന്നും. ഹി ഈസ് എ സ്ക്വാട്ട് ആൻഡ് അഗ്ലി ലുക്കിംഗ് സീമാൻ, കടലിൽ യാത്ര ചെയ്യുന്ന മനുഷ്യനാണ്. ഹി ഹാസ് ഷോർട്ട് ലെഗ്സ് ആൻഡ് ലാർജ് ഡിസ്പ്രപ്പോർഷനേറ്റ് ഹെഡ്, കുറുകിയ കാലും
ലാർജ് ഡിസ്പ്രപ്പോർഷനേറ്റ് ഹെഡ്, വലിയ ശരീരത്തിന് ചേരാത്തത്രയും വലിയ തലയുമാണ് അദ്ദേഹത്തിൻ്റെ. നോക്കിക്കേ, ഹി ഈസ് എ സ്ക്വാട്ട് ആൻഡ് അഗ്ലി ലുക്കിംഗ് സീമാൻ. ഹി ഹാസ് ഷോർട്ട് ലെഗ്സ് ആൻഡ് ഹാസ് ലാർജ് ഡിസ്പ്രപ്പോർഷനേറ്റ് ഹെഡ്. അടുത്ത പോയിന്റ്, though he looks strange, he never cares for others' outlook on him. Though he looks strange, കാഴ്ചയിൽ സ്ട്രേഞ്ച് ആണെങ്കിലും he never cares for others' outlook on him. മറ്റുള്ളവർ തന്നെപ്പറ്റി എന്ത് കാഴ്ചപ്പാടുണ്ട് എന്നതിൽ അദ്ദേഹം ശ്രദ്ധിക്കാറേ ഇല്ല. He doesn't care for others എന്ന് ഒരിക്കലും പറയരുത്, that is wrong. He doesn't care for others' outlook on him. തന്നെപ്പറ്റി മറ്റുള്ളവർ എന്ത് പറയുന്നു അദ്ദേഹം ശ്രദ്ധിക്കാറേ ഇല്ല. So though he looks strange, he never cares for others' opinion about him. Okay, അടുത്ത പോയിന്റ്, he focuses on deeds rather than words. എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ഹസൻ is a person who focuses on deeds rather than words. വാക്കുകളെക്കാളിലും പ്രവൃത്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് ഹസൻ. ഹസൻ is a person who focuses on deeds rather than words. എങ്ങനെ അറിയാം? He takes care of the patients when they fall ill, knowing that smallpox is the most contagious disease in the world. He takes care of the patients. പേഷ്യൻസിനെ അദ്ദേഹം ടേക്ക് കെയർ ചെയ്യും. when they fall sick, അവർക്ക് രോഗം വരുമ്പോൾ. knowing that, അറിഞ്ഞുകൊണ്ട് തന്നെ. smallpox is the most contagious disease in the world. ലോകത്തിലെ അന്നത്തെ ഏറ്റവും മാരകമായ പകർച്ചവ്യാധിയാണ് സ്മോൾ പോക്സ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം അവരെ ടേക്ക് കെയർ ചെയ്തു. ഹസൻ ഫോക്കസസ് ഓൺ ഡീഡ്സ് rather than words. He takes care of the patients when they fall ill, knowing that smallpox is the most contagious disease in the world. He did all this, he does all this without the hope of a reward. ഒരു റിവാർഡ് പ്രതീക്ഷ ഇല്ലാതെയാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്തത്. He does all this without the hope for a reward. നമുക്ക് വേണമെങ്കിൽ സെൽഫ്ലെസ് സർവീസ് എന്ന വേർഡ് യൂസ് ചെയ്യാം. He is a man of selfless service. Okay. He is unmistakably sincere. ഭയങ്കര ആത്മാർത്ഥതയാണ്. Unmistakably sincere and very efficient. വളരെ എഫിഷ്യൻ്റ് ആണ്. വെരി എഫിഷ്യൻ്റ് ഇൻ ഹിസ് ജോബ്. ക്യാപ്റ്റൻ ഹാമ്പിൾ എന്താ പറയുന്നത്? ദി ക്യാപ്റ്റൻ സെയ്സ്, ഇങ്ങനെ തന്നെ എഴുതുക, ഹി ഈസ് ദ ഫൈനസ്റ്റ് മാൻ ഐ ഹാവ്. ദിസ് ഷോസ് ക്യാപ്റ്റൻസ് ട്രസ്റ്റ് ഓൺ ദ സെറാങ്. ദ ക്യാപ്റ്റൻ സെയ്സ്, ക്യാപ്റ്റൻ ഹാമ്പിൾ സെയ്സ്, ഹി ഈസ് ദ ഫൈനസ്റ്റ് മാൻ ഐ ഹാവ്. എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും മികച്ച മനുഷ്യനാണ്, ഏറ്റവും മിടുക്കനായ മനുഷ്യനാണ് ഹസൻ. സോ ഹി ഈസ് അൺമിസ്റ്റേക്കബ്ലി സിൻസിയർ, വെരി എഫിഷ്യൻറ്റ്. ദ ക്യാപ്റ്റൻ സെയ്സ് ദാറ്റ് he is the finest man I have. Next one, Hassan is the owner of a very good personality, a man of self-service, a man of selfless service. Hassan is the owner of a very good personality. നല്ല പേഴ്സണാലിറ്റി ഉടമസ്ഥനാണ്. And he has traveled through all the oceans. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. He has traveled through all the oceans. അദ്ദേഹം എല്ലാ സമുദ്രങ്ങളിലൂടെയും ട്രാവൽ ചെയ്തിട്ടുണ്ട്. He is not married, has no relatives. Married അല്ല, he has no relatives. Relatives ഇല്ല. He disregards tomorrow. നാളെ എന്നൊരു ചിന്ത അദ്ദേഹത്തിനില്ല. He disregards tomorrow. നാളെ അദ്ദേഹം ശ്രദ്ധിക്കാറില്ല. അദ്ദേഹം ഡോക്ടറോട് പറയുന്നത് എന്താ? ദ ഡോക്ടർ സജസ്റ്റ് ഹിം ടു ആസ്ക് ഫോർ മോർ മണി. കൂടുതൽ പണം ശമ്പളമായിട്ട് ആവശ്യപ്പെടാൻ പറയുമ്പോൾ ഹസൻ ഡോക്ടറോട് പറയുന്നത് എന്താ? ചിലപ്പോൾ ഈ ഒരു കൊട്ടേഷൻ ഒരു ചോദ്യമായിട്ട് ചോദിക്കാം. വാട്ട് യൂസ് ഈസ് മണി ഡോക്ടർ സാഹിബ് ടു വൺ ഹു ഹാസ് ഓൾ ഹി നീഡ്സ്? വാട്ട് യൂസ് ഈസ് മണി ഡോക്ടർ സാഹിബ് ടു വൺ ഹു ഹാസ് ഓൾ ഹി നീഡ്സ്? ടു വൺ ഹു ഹാസ് ഓൾ ഹി നീഡ്സ്. തനിക്ക് വേണ്ടുന്നതെല്ലാം ഉള്ള ഒരാൾക്ക് പണം എന്തിനാണ്? വാട്ട് യൂസ് ഈസ് മണി? പണം എന്തിനാണ്? ടു വൺ ഹു ഹാസ് ഓൾ ഹി നീഡ്സ്, എല്ലാം ഉള്ളവന് ഡോക്ടർ സാഹിബിനോട് ചോദിക്കുകയാണ്. ഒരു പോയിന്റ് ഇതിനകത്തിൽ എഴുതാൻ വിട്ടുപോയൊരു പോയിന്റ് ഉണ്ട്. ഹസൻ ഈസ് എ മാൻ ഓഫ് റിലീജിയസ് ടോളറൻസ്. അത് വേണം ഒരു ചോദ്യമായിട്ട് ചോദിക്കാം. ഹസൻ ഈസ് എ മാൻ ഓഫ് റിലീജിയസ് ടോളറൻസ്. ഹസൻ ഒരു റിലീജിയസ് ടോളറൻസിൻ്റെ ആളാണ്. ദോ ഹി ഈസ് എ മുസ്ലിം, അദ്ദേഹം ഒരു മുസ്ലിം ആയിട്ടും ഹി റീഡ്സ് സ്ലോഗൻസ് ഫ്രം ദ രാമായണ വെൻ 2 of the patients ഡൈ. 2 പേഷ്യൻസ് മരിക്കുമ്പോൾ അദ്ദേഹം രാമായണത്തിൽ നിന്നുള്ള ശ്ലോകം വായിക്കും. അത് അദ്ദേഹത്തിൻ്റെ റിലീജിയസ് ടോളറൻസിനാണ് കാണിക്കുന്നത്. ഹസൻ ഈസ് എ മാൻ ഓഫ് റിലീജിയസ് ടോളറൻസ്. സഹനം, എല്ലാ റിലിജനും ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ്. ഹി ഈസ് എ മുസ്ലിം, അദ്ദേഹം ഒരു മുസ്ലിമാണ്, മുസൽമാനാണ്. ഹി റീഡ്സ് ശ്ലോകാസ് ഫ്രം ദ രാമായണ
when 2 of the patients die. 2 രോഗികൾ മരിക്കുമ്പോൾ അദ്ദേഹം രാമായണം വായിക്കും. അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ബാക്കി ആരാണ് അദ്ദേഹം സെൽഫ്ലെസ് സർവീസിൻ്റെ ആളാണ്, ഡെഡിക്കേറ്റഡ് ആണ്, സിൻസിയർ ആണ്, അതൊക്കെ നിങ്ങൾക്ക് റിലീജിയസ് ടോളറൻസിൻ്റെ കൂടെയും എഴുതി വെക്കാം. ഹി പോസസ് എ ലോട്ട് ഓഫ് വാല്യൂസ് എന്നുള്ള രീതിയിൽ. ഓക്കെ, he has courage, self control and respect. Important. He has courage ഉള്ളവർക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റൂ. സെൽഫ് കൺട്രോൾ, ഭയങ്കര നിയന്ത്രണമുള്ള മനുഷ്യനാണ്, മറ്റുള്ളവർ എന്ത് പറയുന്നത് ശ്രദ്ധിക്കത്തേയില്ല. ആൻഡ് റെസ്പെക്ട്, ബഹുമാനമുള്ളവനാണ്, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ അറിയാം, എല്ലാ മനുഷ്യരോടും ബഹുമാനമുള്ളവനാണ്. ഹസൻ സിംബലൈസസ് ദ റിയൽ പെർസെപ്ഷൻ ഓഫ് ലൈഫ്. റിയൽ പെർസെപ്ഷൻ ഓർ സ്പിരിച്വൽ പെർസെപ്ഷൻ. റിലീജിയസ് ടോളറൻസ് ചോദിക്കുമ്പോഴും ഈ പോയിന്റ് എഴുതാം. ഹസൻ സിംബലൈസസ്, ഇതൊക്കെ എഴുതാം. He has courage, self-control and respect. He symbolizes the real perception of life. ലൈഫിൻ്റെ യഥാർത്ഥ മുഖം. പെർസെപ്ഷൻ എന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിങ്. ലൈഫിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന വ്യക്തി. അതിൻ്റെ സർഫസിൽ നിന്ന് മനസ്സിലാക്കാതെ, അതിൻ്റെ അടിച്ചുപൊളി ഭാഗം മനസ്സിലാക്കാതെ ലൈഫിനെ റിയലായിട്ട് പെർസീവ് ചെയ്യുന്ന ആളാണ് ഹസൻ. He has courage, self-control and respect. He symbolizes the real perception of life. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഹസൻ ഈസ് എ റിയൽ ഹ്യൂമൻ ബീയിങ് വിത്ത് സെൽഫ്ലെസ് സർവീസ്. ഒരു അത്യാർത്ഥിയുമില്ലാത്ത ഒരു യഥാർത്ഥ മനുഷ്യൻ. ഹസൻ ഈസ് എ റിയൽ ഹ്യൂമൻ ബീയിങ് വിത്ത് സെൽഫ്ലെസ് സർവീസ്. ഹസനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദ്യം ചോദിച്ചാലും എഴുതാനുള്ള പോയിന്റ്സ് എല്ലാം ഇതിലുണ്ട്. ക്യാരക്ടർ സ്കെച്ചിന് ആവശ്യത്തിലധികം പോയിന്റ്സ് ഉണ്ട്. 6 മാർക്കിന് ചോദിച്ചാൽ മാത്രം, അല്ലെങ്കിൽ 8 മാർക്കിന് ചോദിച്ചാൽ മാത്രം ഇത്രയും ഡീറ്റെയിൽഡായിട്ട് എഴുതുക, അല്ലെങ്കിൽ കുറച്ച് പോയിൻ്റൊക്കെ വിടുക. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ഓടിച്ചു പോയാൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം എഴുതാൻ കിട്ടും. 2 തവണ വീഡിയോ ഈ ക്യാരക്ടർ സ്കെച്ച് കണ്ടു കഴിഞ്ഞാൽ 1 തവണ എഴുതിയെടുക്കുകയോ ചെയ്താൽ എക്സാമിന് അതിമനോഹരമായിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ കീ പോയിന്റ്സ് ഒന്നുകൂടെ നോക്കിക്കേ. സെറാങ് ഓഫ് ദ ഷിപ്പ് റാണാഗഞ്ചി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദ സെയിം ഷിപ്പ് ഫോർ 15 years, ഹെഡ്സ് ദ ക്രൂ ഓഫ് ലാസ്കേഴ്സ്, ഈസ് എ സ്ക്വാട്ട് ആൻഡ് അഗ്ലി ലുക്കിംഗ് സീമാൻ. എപ്പോഴും ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുമ്പോൾ ടെക്സ്റ്റിൽ ഫിസിക്കൽ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്, എഴുതാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ മെമ്മറിയെ കാണിക്കും, ടീച്ചേഴ്സ് ഇംപ്രസ്ഡ് ആവും. He is a squat and ugly looking seaman, has short legs and large disproportionate head. വലിയ തല. Looks strange but never cares for others' opinion on him. തന്നെ പറ്റി മറ്റുള്ളവർ എന്ത് പറയുന്നു ശ്രദ്ധിക്കാറില്ല. Focuses on deeds. Here is a small mistake. Hasan focuses on deeds rather than words. Then he has travelled through all the oceans. Connected അല്ല, അടുത്ത പോയിന്റ് ആണ്. Not married. He is not married. He has no relatives. He disregards. He totally disregards tomorrow. When doctor suggests him to ask for more money, he asks, what use is money, Dr. Sahib, to one who has all he needs? Question mark aane. He possesses courage, self-control and respect. Hasan symbolizes the real perception of life. He is a real man with selfless service. He is a man of religious tolerance. Though he is a Muslim, he reads Ramayana when 2 of the patients die. പിന്നെ സെൽഫ്ലെസ് സർവീസും സിൻസിയറിറ്റി, അൺമിസ്റ്റേക്കബിളി സിൻസിയർ ആണെന്നുള്ളതും എല്ലാം റിലീജിയസ് ടോളറൻസിൻ്റെ കൂടെ എഴുതി വെക്കാൻ പറ്റും. സോ ഹസൻ. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. ഒരു ഇൻഡയറക്റ്റ് ഒരു ക്യാരക്ടർ സ്കെച്ചാണ്. അത്ര ഡയറക്റ്റ് അല്ല എങ്കിൽ പോലും ടെക്സ്റ്റിൽ നല്ല ഹിൻസ് ഉള്ളൊരു ക്യാരക്ടർ സ്കെച്ച് ആയതുകൊണ്ട് ചോദിക്കാം. ദ സെറാങ് ഓഫ് റാണാഗഞ്ചിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ഉള്ള യൂണിറ്റാണ്. എസ്പെഷ്യലി അതൊരു ഫോക്കസ് ഏരിയ യൂണിറ്റ് കൂടാണ്. 4th യൂണിറ്റിൽ നിന്നുള്ള ഒരേ ഒരു ഫോക്കസ് ഏരിയ യൂണിറ്റാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം പഠിക്കുക. ഈവൻ ജോബ് സ്മിത്ത് ഹസനെ കളിയാക്കുന്നതിൽ റിഗ്രറ്റ് ചെയ്യും. കുറ്റബോധത്തോടു കൂടി ഹസൻ്റെ അടുത്ത് ചെന്നിട്ട് ക്ഷമ ചോദിക്കുന്നൊരു കോൺവെർസേഷൻ എഴുതാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഹസന് സാലറി കൂട്ടി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ റാണാഗഞ്ചി ഓഫീസർക്ക് അയക്കുന്ന കത്ത് ചോദിക്കാം. അതല്ലെങ്കിൽ ഹസനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് റാണാഗഞ്ചി ഒരു ഫംഗ്ഷൻ സംഘടിപ്പിക്കുമ്പം അതിൽ ഹസൻ താങ്ക്സ് ഗിവിങ് സ്പീച്ച് നടത്തുന്നത് ചോദിക്കാം. ഇങ്ങനെയുള്ള ഏത് ക്വസ്റ്റ്യനും അതിനകത്തും ചോദിക്കാം. പക്ഷെ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ ഇങ്ങനെ യൂട്യൂബിൽ റെക്കോർഡ് ചെയ്തിടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ കൂടും എന്നതിനാൽ നമ്മൾ അത്രയും ഡെപ്തിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ എന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്, എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷിന് അത്യാവശ്യം നോക്കിയിട്ട് പോവുക. അറ്റ്ലീസ്റ്റ് വീഡിയോസ് കേട്ട് കുറച്ച് പോയിൻറ്റ്സ് മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തിട്ടെങ്കിലും പോവുക. ജോബ് സ്മിത്ത് വളരെ രസകരമാണ് പഠിക്കാൻ. ആരാണ് ജോബ് സ്മിത്ത്? ഷീ ഈസ് എ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ഇൻ ദ ഷിപ്പ് റാണാഗഞ്ചി. റാണാഗഞ്ചി ഷിപ്പിലെ ഒരു ഫസ്റ്റ് ക്ലാസ് പാസഞ്ചറാണ് ജോബ് സ്മിത്ത്.
ഷീ ഈസ് ദ ചീഫ് എമംഗ് ദ സോഷ്യൽ പ്രൊമോട്ടേഴ്സ്. സോഷ്യൽ പ്രൊമോട്ടേഴ്സ് ആരാ? പാർട്ടി സംഘടിപ്പിക്കുന്ന ആളുകൾ, അടിച്ചുപൊളി ടീംസ് ആണ്. ഷീ ഈസ് ദ ചീഫ് എമംഗ് ദ സോഷ്യൽ പ്രൊമോട്ടേഴ്സ്. അടിച്ചുപൊളി ടീമുകളുടെ നേതാവാണ്. ഷീ ഹെഡ്സ് ഓൾ ദ പ്ലഷർ ആക്ടിവിറ്റീസ് ഓഫ് ദ ഷിപ്പ്. ഷിപ്പിലെ പ്ലഷർ ആക്ടിവിറ്റീസ് അല്ല, അടിച്ചുപൊളി പാർട്ടികളെല്ലാം നയിക്കുന്നത് ജോബ് സ്മിത്ത് ആണ്. ഷീ ഈസ് എ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ഇൻ ദ ഷിപ്പ് റാണ ഗഞ്ചി. ഷീ ഈസ് ദ ചീഫ് എമംഗ് ദ സോഷ്യൽ പ്രൊമോട്ടേഴ്സ്. ഷീ ഹെഡ്സ് ദ പ്ലഷർ ആക്ടിവിറ്റീസ് ഇൻ ദ ഷിപ്പ്. ഷിപ്പ് ആഡംബര കപ്പലുകളൊക്കെ ഒരു വലിയ സംഭവമാണ്. യാത്ര ചെയ്യാൻ പറ്റുമ്പോൾ യാത്ര ചെയ്യുക. സാറിനും ഒരു വിസയൊക്കെ എടുത്തു തന്ന് സാറിന് ഇതുപോലെ ഫോറിൻ കൺട്രീസൊക്കെ വിസിറ്റ് ചെയ്യാൻ അവസരങ്ങൾ തരിക, നിങ്ങളൊക്കെ പഠിച്ച് വലിയ നിലയിലെത്തുമ്പോൾ. അപ്പോൾ സാറ് നേരിട്ട് കാണട്ടെ ഇതൊക്കെ. ഓക്കെ, അടുത്ത് നോക്കുക. ഷീ ഈസ് എ ത്രസ്റ്റിംഗ് പേഴ്സൺ. ത്രസ്റ്റിംഗ് പേഴ്സൺ, ഇടിച്ചു കയറി ഇടപെടുന്ന ഒരു സ്ത്രീയാണ്. ഒരു മോഡേൺ കൾച്ചറിലുള്ള ഒരു സ്ത്രീയാണ്. ഓവർ 30. ഷീ ഈസ് എ ലേഡി ഓവർ 30. 30 വയസ്സിന് മുകളിലുള്ള ഒരു ലേഡിയാണ്. ഷീ ഈസ് ഡ്രസ് സ്മാർട്ട്ലി. പക്ഷെ വളരെ സ്മാർട്ടായിട്ട് വളരെ ഭംഗിയോടുകൂടി ഡ്രസ്സ് ചെയ്ത ലേഡിയാണ്. നോക്കിക്കേ, ഷീ ഈസ് എ ത്രസ്റ്റിംഗ് പേഴ്സൺ. മാർജ് ജോബ് സ്മിത്ത്, അതാണ് അവരുടെ ഫുൾ നെയിം. മാർജ് ജോബ് സ്മിത്ത് ഈസ് എ ത്രസ്റ്റിംഗ് പേഴ്സൺ. ഷീ ഈസ് ഓവർ 30 ആൻഡ് ഷീ ഹാസ് ഡ്രസ് വെൽ. നന്നായിട്ട് ഡ്രസ്സ് ചെയ്യും. എന്തിനാണ് നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്നത്? ഷീ ഹാസ് എ ഡാഷിങ് സ്റ്റൈൽ. വളരെ ഡാഷിങ് ആയിട്ടുള്ളൊരു സ്റ്റൈലാണ്. ഒരു ഇളക്കമൊക്കെ ഉള്ള ആളുകളെ അട്രാക്ട് ചെയ്യുന്ന വളരെ ചാമിങ് ആയിട്ടുള്ളൊരു സ്റ്റൈലാണ് ജോബ് സ്മിത്തിൻ്റെത്. യു ക്യാൻ ജസ്റ്റ് ഇമാജിൻ. ഷീ അഡോപ്റ്റ് സച്ച് എ സ്റ്റൈൽ. അങ്ങനത്തെ ഡാഷിങ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുന്നത് എന്തിനാ? ടു ലുക്ക് യങ്ങർ. കണ്ടാൽ ചെറുപ്പമാണെന്ന് തോന്നാൻ വേണ്ടിയാണ് അവർ ഡാഷിങ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുന്നത്. ഷീ അഡോപ്റ്റ്സ് എ ഡാഷിങ് സ്റ്റൈൽ ടു ലുക്ക് യങ്ങർ. യങ്ങറാണെന്ന് തോന്നിക്കാൻ വേണ്ടിയാണ് അങ്ങനത്തെ ഒരു സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുന്നത്. ഷീ ട്രൈസ് ടു സ്പീക്ക് ഇൻ എ ഹൈ വെൽ ബ്രെഡ് വോയിസ്. ഒരു വലിയ ഉന്നത കുലീനയായി ഹൈ വെൽ ബ്രെഡ് വോയിസിലാണ് അവർ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. നോം നിങ്ങളോട് മിണ്ടില്ല, അങ്ങോട്ട് മാറിയിരിക്കുക. ഇങ്ങനെയുള്ള ഹൈ വെൽ ബ്രെഡ് വോയിസിലാണ് ആര് സംസാരിക്കുന്നത്? ജോബ് സ്മിത്ത് സംസാരിക്കുന്നത്. മാർജ് ജോബ് സ്മിത്ത് ഈസ് എ ത്രസ്റ്റിംഗ് പേഴ്സൺ. ഷീ ഈസ് ഓവർ 30. ഷീ ഹാസ് ഡ്രസ് സ്മാർട്ട്ലി. ഷീ ഹാസ് എ ഡാഷിംഗ് സ്റ്റൈൽ. She adopts such a style to look younger. She tries to speak in a high, well-bred voice. വളരെ സിമ്പിൾ. She is a snob. പൊങ്ങച്ചക്കാരിയ. She is a snob. And a bore. ബോറടിപ്പിക്കുന്ന സ്ത്രീയാണ്. വെറും ബോറൊന്നുമല്ല, അസർട്ടീവ് ബോർ. പരമ ബോറാണ്. അവർ വരുന്ന കണ്ടാൽ ആളുകൾ ജീവനും കൊണ്ട് ഓടും. She is a snob and a bore. She is an assertive bore. ഇടിച്ചു കയറി ബോറടിപ്പിച്ചു കളയും. അത്രയ്ക്ക് വലിയൊരു വ്യക്തിയാണ്. ഷീ ഗെറ്റ്സ് എക്സൈറ്റഡ് വെൻ ഷീ സീസ് ഹസൻ. ഹസനെ കാണുമ്പോഴേക്കും എക്സൈറ്റഡ് ആവും, വളരെ എക്സൈറ്റഡ് ആവും. ഒരു വൃത്തികെട്ട രൂപത്തെ കണ്ടല്ലോ, ഞാൻ വലിയ സംഭവമാണ്. ഷീ ഹാസ് എ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. അവൾ വളരെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരാളാണ്. നിങ്ങൾക്ക് ഇതിലൂടെ എഴുതാം. ഷീ ഹാസ് എ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. ഷീ ബിലോങ്സ് ടു ദ അപ്പർ ക്ലാസ് ലേഡിയാണ്. ഷീ ഈസ് ആൻ അപ്പർ ക്ലാസ് ലേഡി. ഇതൊക്കെ എഴുതാം. ഷീ കൺസിഡേഴ്സ് ഹിം ആസ് ആൻ അഗ്ലി ക്രീച്ചർ. ഹസനെ കണ്ടിട്ട് ഒരു അഗ്ലി ക്രീച്ചറാണ് ഹസൻ. ഒരു ലുക്കും ഇല്ലാത്തൊരു ക്രീച്ചറാണ് ഹസൻ. ഷീ ഓപ്പൺലി ടെൽസ് ഇറ്റ്. ഓപ്പണായിട്ട് പറയും എന്തൊരു വൃത്തികെട്ട രൂപമാണെന്ന് ഓപ്പണായിട്ട് പറയും. യാത്രയെല്ലാം കഴിയുമ്പോൾ ഇവർ ഡോക്ടറോട് ചോദിക്കും, വേർ ഹാവ് യു കെപ്റ്റ് ദിസ് ആനിമൽ ത്രൂ ഔട്ട് ദ ജേർണി എന്ന് ഡോക്ടറോട് ചോദിക്കും. ഈ ആനിമലിനെ നിങ്ങൾ എവിടെയാണ് വെച്ചതെന്ന് ഡോക്ടറോട് ചോദിക്കും. അപ്പോൾ ഡോക്ടർ തിരിച്ചെന്തോ പറയും? ദ ആനിമൽസ് വെയർ ഓൾ ഔട്ട്സൈഡ്. മൃഗങ്ങളെല്ലാം പുറത്താണെന്ന് പറയും. അതിൻ്റെ ഒരു ഡൗട്ട് നിങ്ങൾ ഫീഡ്ബാക്കിൽ ഇട്ടിരുന്നത് കണ്ടു. ഇത്രയേ ഉള്ളൂ. ഓൾ ആനിമൽസ് വെയർ ഔട്ട്സൈഡ് എന്ന് ഡോക്ടർ പറയുമ്പോൾ ജോബ് സ്മിത്ത് ഹസനെയാണ് ആനിമൽ എന്ന് ഉദ്ദേശിച്ചത്. ഡോക്ടർ ഉദ്ദേശിച്ചത് ഹസൻ മാത്രമേ ഉള്ളൊരു റിയൽ ഹ്യൂമൻ ബീയിങ്, ബാക്കിയുള്ള എല്ലാവരും ആനിമൽസ് ആണ് എന്നാണ് ഡോക്ടർ ഉദ്ദേശിച്ചത്. ഓക്കെ. ഷീ ഗെറ്റ്സ് എക്സൈറ്റഡ് വെൻ ഷീ സീസ് ഹസൻ. ഷീ കൺസിഡേഴ്സ് ഹിം ആസ് ആൻ അഗ്ലി ക്രീച്ചർ ആൻഡ് ഷീ ഓപ്പൺലി ടെൽസ് ഇറ്റ്. അതുകൊണ്ട് ഷീ ഈസ് എ പേഴ്സൺ ഓഫ് ഫിസിക്കൽ പെർസെപ്ഷൻ. ഫിസിക്കലായിട്ടുള്ള ലൗകികമായ ഭൗതികമായ അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരു വ്യക്തിയാണ് ജോബ് സ്മിത്ത്. ഹസനോട് കമ്പയർ ചെയ്യാൻ ചോദിച്ചാലോ, ഹസൻ ഈസ് എ മാൻ ഓഫ് റിയൽ പെർസെപ്ഷൻ ഓർ സ്പിരിച്വൽ പെർസെപ്ഷൻ. ആത്മീയമായ പെർസെപ്ഷൻ ഉള്ള ആളാണ് ഹസൻ, അല്ലെങ്കിൽ റിയൽ പെർസെപ്ഷൻ ഉള്ള ആളാണ് ഹസൻ. ജോബ് സ്മിത്ത് ഈസ് എ ലേഡി ഓഫ് ഫിസിക്കൽ പെർസെപ്ഷൻ. ഫിസിക്കൽ പെർസെപ്ഷൻ ഉള്ള ലേഡിയാണ് ജോബ് സ്മിത്ത്. ഓക്കെ, അടുത്തൊരു ക്യാരക്ടർ സ്കെച്ച്. കഴിഞ്ഞ പ്രാവശ്യം പ്രഭാത് കുമാറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചതുകൊണ്ട് ഈ പ്രാവശ്യം ഫോക്കസ് ഏരിയയാണ്
ഡോക്ടർ AJ ക്രോണിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുക. ഞാനിത് ആദ്യമായിട്ടാണ് ഈ രീതിയിൽ പഠിപ്പിക്കുന്നത് തന്നെ, പക്ഷേ ഐ എക്സ്പെക്ട് ദിസ് ക്വസ്റ്റ്യൻ. ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ഒരു ഡയറക്റ്റ് ഹിൻസ് അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളൊരു ആവറേജ് ആൻസർ എഴുതിയാലും വി വിൽ ഗെറ്റ് ഗുഡ് മാർക്സ്. ഒരു 4 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാനാണ് സാധ്യത. ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ആരാ AJ ക്രോണിൻ? AJ ക്രോണിൻ ആ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓതറാവും. ബിക്കോസ് അദ്ദേഹത്തിന് ഡോക്ടറായിട്ടുള്ള എക്സ്പീരിയൻസ് എഴുതി അദ്ദേഹം വളരെ ഫേമസ് ആവും. പക്ഷെ അദ്ദേഹം ആ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ഹി വാസ് എ യങ് ഡോക്ടർ, യങ് ഫിസിഷ്യൻ. എ യങ് ഫിസിഷ്യൻ, ഡോക്ടർ ഫിസിഷ്യൻ സെയിം. എ യങ് ഫിസിഷ്യൻ ഇൻ ചാർജ് ഓഫ് ദ ഷിപ്പ് ദ റാണ ഗഞ്ചി. AJ ക്രോണിൻ or the author is a young physician who is in charge of the ship Rana Ganji. He is a keen observer of things. വളരെ കാര്യങ്ങളെ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. ഹി ലേൺസ് ഫ്രം തിങ്സ് അറൗണ്ട്. ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്നും പഠിക്കാൻ വളരെ താല്പര്യമുള്ള ആളാണ് നമ്മുടെ ഡോക്ടർ. ഹി ഈസ് യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ്. വളരെ ചെറുപ്പമാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അധികം എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഹി ഈസ് യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് ബട്ട് ഹി ബിഹേവ്സ് ഇൻ എ മെച്യൂർ വേ. പക്ഷെ അദ്ദേഹം വളരെ മെച്യൂറായിട്ടാണ് പെരുമാറുന്നത്. AJ ക്രോണിൻ ഈസ് യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്. വലിയ എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല, ബട്ട് ഹി ബിഹേവ്സ് ഇൻ എ മെച്യൂർ വേ. അദ്ദേഹം ഒരു മെച്യൂർ വേയിലാണ് പെരുമാറുന്നത്. ഹി ഈസ് എ ഡെഡിക്കേറ്റഡ് ആൻഡ് ഡ്യൂട്ടി ബൗണ്ട് ഡോക്ടർ. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടി ബൗണ്ട് ഡോക്ടറാണ്. ഹി ടേക്സ് കെയർ ഓഫ് ഓൾ ദ പേഷ്യൻസ്. അദ്ദേഹം ആ പേഷ്യൻസിൻ്റെ എല്ലാം ടേക്ക് കെയർ ചെയ്യും. എലോങ് വിത്ത് ഹസനോടൊപ്പം അദ്ദേഹം ആ പേഷ്യൻസിനെ എല്ലാം ടേക്ക് കെയർ ചെയ്യും. ആൻഡ് ഹി സെർവ്സ് ദം വിത്ത് ഫുൾ ഹാർട്ട്. നിറഞ്ഞ മനസ്സോടാണ് അവരെ സെർവ് ചെയ്യുന്നത്. ഹി ടേക്സ് കെയർ ഓഫ് ദം വിത്ത് ഫുൾ ഹാർട്ട്സ്. ഹി ഡസ് ഓൾ ദ അസിസ്റ്റൻസ് ഫോർ ഹസൻ. ഹസന് വേണമെന്ന് എല്ലാ അസിസ്റ്റൻസും കൊടുക്കും. ആക്ച്വലി ഹസൻ അസിസ്റ്റ് ദ ഡോക്ടർ, ബട്ട് ഹസൻ ഫുള്ളി ടേക്സ് കെയർ ഓഫ് ദ പേഷ്യൻസ്. ഹസനാണ് അവരെ പൂർണ്ണമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നത്. ദ ഓൺലി മാൻ ഹു അണ്ടർസ്റ്റാൻഡ്സ് ഹസൻ. ഹസനെ മനസ്സിലാവുന്ന ഒരേ ഒരാളാണ് അദ്ദേഹം. ദ ഓൺലി മാൻ ഹു അണ്ടർസ്റ്റാൻഡ്സ് ഹസൻ. ഹസനെ മനസ്സിലാവുന്ന ഒരേ ഒരു വ്യക്തിയാണ് നമ്മുടെ ഡോക്ടർ. ഹി ഹാസ് എ സ്ട്രോങ് സെൻസ് ഓഫ് ഡ്യൂട്ടി. സ്ട്രോങ് സെൻസ് ഓഫ് ഡ്യൂട്ടി. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയെ പറ്റി വലിയ ബോധ്യമുള്ള ആളാണ്. അദ്ദേഹം ഹസനോട് ചോദിക്കും, വൈ ആർ യു ഡൂയിങ് ലൈക്ക് ദിസ്? നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് എ കണ്ടാജിയസ് ഡിസീസ്. ഇത് പകരുന്ന രോഗമാണ്. അപ്പോൾ ഹസൻ തിരിച്ചു ചോദിക്കും, അപ്പോൾ ഡോക്ടറോ? അപ്പോൾ ഡോക്ടർ പറയും, ഇറ്റ് ഈസ് മൈ പ്രൊഫഷൻ. ഇതെൻ്റെ പ്രൊഫഷനാണ്, പക്ഷേ നീ എന്തിനിങ്ങനെ ചെയ്യുന്നു? അപ്പോൾ അങ്ങനെ സെൻസ് ഓഫ് ഡ്യൂട്ടി ഉള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ. ഹി ഹാസ് എ സ്ട്രോങ് സെൻസ് ഓഫ് ഡ്യൂട്ടി. ഹി ഈസ് ദ ഓൺലി മാൻ ഹു അണ്ടർസ്റ്റാൻഡ്സ് ഹസൻ. ഹി കെയർസ് ദ പേഷ്യൻസ് ആസ് വെൽ ആസ് ഹസൻ. ഹസനെയും കെയർ ചെയ്യും, പേഷ്യൻസിനെയും കെയർ ചെയ്യും. ഹി ഹാസ് സെൽഫ് കൺട്രോൾ ആൻഡ് പൊളൈറ്റ് മാനേഴ്സ്. വളരെ സെൽഫ് കൺട്രോൾഡ് ആയിട്ടുള്ള പൊളൈറ്റ് മാനേഴ്സ് ഉള്ള ഒരാളാണ്. വൈ? ബിക്കോസ് ഹി ഡസൻ ബിക്കം ആംഗ്രി വിത്ത് ജോബ് സ്മിത്ത്. ജോബ് സ്മിത്തിനോട് ദേഷ്യപ്പെടുത്തൊന്നുമില്ല, മാന്യമായിട്ടാണ് പറയുന്നത്. ഹി മേക്സ് ദ റിമാർക്ക്. എന്ത് റിമാർക്കാണ് വരുന്നത്? ദ ആനിമൽസ് വെയർ ഓൾ ഔട്ട്സൈഡ്. ആനിമൽസ് വെയർ ഓൾ ഔട്ട്സൈഡ് എന്നുള്ള റിമാർക്ക് പറയുന്നത് AJ ക്രോണിനാണ്. ഒന്നുകൂടെ നോക്കിക്കേ. The young doctor in charge of the ship, the Rana Ganji, a keen observer of things, learns from things around. A very young and inexperienced doctor, but behaves in a mature way. Is a dedicated and duty-bound doctor, takes care of the patients. 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 The only man who understands, the only man in the ship who really understands Hasan. He has a strong sense of duty. He cares the patients as well as Hasan with full heart. He has self-control and polite manners. He has all the qualities to become a perfect physician, perfect doctor. ഒരു ഡോക്ടർ ആവാനുള്ള എല്ലാ ക്വാളിറ്റീസും അദ്ദേഹത്തിനുണ്ട്. ഓക്കെ, നമ്മൾ ഫോക്കസ് ഏരിയ എന്നുള്ള 6 ക്യാരക്ടർ സ്കെച്ച്, ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ എന്നുള്ള സ്റ്റീഫൻ ഹോക്കിംഗ്, ജെയിൻ വൈൽഡ് 8 ക്യാരക്ടർ സ്കെച്ചസ് ഇതുവരെ പഠിച്ചു കഴിഞ്ഞു. അതിൽ മാഗിയും അതേപോലെ ഹസനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാഗീസ് മദറും ജോസ്മിത്തും ഇമ്പോർട്ടൻ്റ് ആണ്. AJ ക്രോണിനും പ്രഭാത് കുമാറും നോക്കിയിട്ട് പോവുക. ഇനിയും 2 ക്യാരക്ടർ സ്കെച്ചസ് ഉണ്ട്. ഒന്ന് നിക്കോളെ ഐവനിച്ച് ഗൂസ്ബെറീസ് എന്ന് പറയുന്ന സ്റ്റോറിക്കകത്തിലെ, മറ്റൊന്ന് കോൺസെപ്റ്റൽ ഫ്രൂട്ട് എന്ന് പറയുന്ന സ്റ്റോറിക്കകത്തിലെ ഗ്രേറ്റ. ഇത് രണ്ടും നമ്മൾ ബോർഡിൽ എഴുതി പഠിക്കുന്നില്ല, ബിക്കോസ് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ആണ്. പക്ഷേ എന്തെങ്കിലും വേറൊന്നും എഴുതാൻ കിട്ടുന്നില്ല എങ്കിൽ, എന്തെങ്കിലും ഒന്ന് എഴുതണമെന്ന് തോന്നിയാൽ എഴുതാൻ വേണ്ടി ഒരു ചെറിയൊരു അവയർനെസ്, അതിനുവേണ്ടി സാർ ഇത് വായിക്കാം. ജസ്റ്റ് വായിക്കുന്നതേ ഉള്ളൂ. ആരാണ് നിക്കോള ഐവനിച്ച്? ശരിക്കും ഗൂസ്ബെറീസ് എന്നുള്ള കഥ പറയുന്നത് ഐവൻ ഐവനിച്ച് എന്ന് പറയുന്ന ഒരാളാണ്. ഐവൻ ഐവനിച്ച്.
ഐവൻ ഐവനിച്ചിൻ്റെ ബ്രദറാണ് നിക്കോളെ ഐവനിച്ച്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? നിക്കോളെ ഐവനിച്ച് ഈസ് ദ ബ്രദർ ഓഫ് ഐവൻ ഐവനിച്ച്. ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ സ്പെല്ലിങ് കിട്ടും. നിക്കോളെ ഐവനിച്ച് ഈസ് ദ ബ്രദർ ഓഫ് ഐവൻ ഐവനിച്ച്, ദ നറേറ്റർ ഓഫ് ദ സ്റ്റോറി ദ ഗൂസ്ബെറീസ്. ഗൂസ്ബെറീസ് എന്നുള്ള സ്റ്റോറിയുടെ നറേറ്ററായിട്ടുള്ള ഐവൻ ഐവനിച്ചിൻ്റെ ബ്രദറാണ് നിക്കോളെ ഐവനിച്ച്. ഇനി ഐവൻ ആൻഡ് നിക്കോളെ ലോസ് ദെയർ ഫാദർ അറ്റ് എ വെരി ഏർലി സ്റ്റേജ്. ഐവനും നിക്കോളയ്ക്കും ദേ ലോസ് ദെയർ ഫാദർ അറ്റ് എ വെരി ഏർലി സ്റ്റേജ്. രണ്ടുപേർക്കും വളരെ കുഞ്ഞിലെ അച്ഛനെ നഷ്ടപ്പെടും. ദേ ലിവ്ഡ് ഇൻ എ വില്ലേജ് ആൻഡ് ദേ എൻജോയ്ഡ് വില്ലേജ് ലൈഫ്. രണ്ടുപേരും വില്ലേജിലാണ് ജീവിക്കുന്നത്. രണ്ടുപേരും വില്ലേജ് ലൈഫ് എൻജോയ് ചെയ്യും. വളരെ സിമ്പിളാണിത് പഠിക്കാൻ. ഐവൻ സ്റ്റഡീസ് മെഡിസിൻ ആൻഡ് ബിക്കംസ് എ വെറ്റിനറി സർജൻ. ഐവൻ മെഡിസിൻ പഠിക്കും, വെറ്റിനറി സർജൻ ആവും. നിക്കോളെ ഹി ഗെറ്റ്സ് എ ജോബ് ഇൻ ദ എക്സ്ചക്കർ. എക്സ്ചക്കർ എന്ന് വെച്ചാൽ ട്രഷറി എന്നാണ്. നോക്കിക്കേ, ബോത്ത് ഓഫ് ദം ദേ ലൂസ് ദെയർ ഫാദർ അറ്റ് എ വെരി ഏർലി സ്റ്റേജ്. ദേ ലിവ്സ് ഇൻ എ കൺട്രി ലൈഫ്. ദേ ലവ്സ് ദ വില്ലേജ് ലൈഫ് എ ലോട്ട്. ദെൻ നിക്കോളെ ഐവൻ he studies medicine and he becomes a veterinary doctor. When 19 years old, Nicolai gets a job in the treasury. നിക്കോളയ്ക്ക് 19 വയസ്സുള്ളപ്പോൾ ട്രഷറിയിൽ ജോലി കിട്ടും. ബട്ട് നിക്കോളെ ഡസ് നോട്ട് ലൈക്ക് ദാറ്റ് കൈൻഡ് ഓഫ് എ ജോബ്. നിക്കോളയ്ക്ക് ട്രഷറിയിലെ ജോലി ഇഷ്ടമല്ല. വൈ? ബിക്കോസ് ഹി ഓൾവേസ് ഡ്രീംഡ് ഓഫ് എ ഫാം ഹൗസ്. നിക്കോളയുടെ സ്വപ്നം ഒരു ഫാം ഹൗസ് ആണ്. ബിക്കോസ് ഹി ലിവ്ഡ് ഇൻ എ കൺട്രി സൈഡ്. ഒരു വില്ലേജിൽ ജീവിച്ച നിക്കോളയുടെ സ്വപ്നം ഒരു ഫാം ഹൗസ് ആണ്. ഫാം ഹൗസിൽ എന്തൊക്കെ വേണം? എ ഫാം ഹൗസ് വിത്ത് ഗാർഡൻസ്, പോൺസ് ആൻഡ് ഗൂസ്ബെറീസ്. ഒരു സാധനം നിർബന്ധമായിട്ടും ഉണ്ടാവണം, ഗൂസ്ബെറീസ് ഉണ്ടാവണം. സോ വെനെവർ ഹി ഗെറ്റ്സ് എ ന്യൂസ് പേപ്പർ, എപ്പോഴൊക്കെ ഒരു ന്യൂസ് പേപ്പർ കിട്ടുമ്പോഴും ഹി ലുക്സ് ഫോർ അഡ്വർടൈസ്മെന്റ്സ് അബൌട്ട് ഫാം ഹൗസസ് ടു ബി സോൾഡ്. ഫാം ഹൗസ് വിൽപ്പനയ്ക്കുണ്ട് എന്ന അഡ്വർടൈസ്മെന്റ് ആണ് അദ്ദേഹം എപ്പോഴും നോക്കുക. നോക്കിക്കേ, നിക്കോളെ gets a job in the exchequer when he is 19. But he does not like that kind of a job because he likes to own a farm. ഒരു ഫാം ഓൺ ചെയ്യാനാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എ ഫാം വിത്ത് ഗാർഡൻ, പോൺസ്, ഗൂസ്ബെറീസ് എക്സെട്ര. വൈ? ബിക്കോസ് ഹി ലിവ്ഡ് ഇൻ എ കൺട്രി സൈഡ്. അദ്ദേഹം കൺട്രി സൈഡിലാണ് ജീവിച്ചത്. വെനെവർ ഹി ഗെറ്റ്സ് എ ന്യൂസ് പേപ്പർ, ഹി ലുക്സ് ഫോർ അഡ്വർടൈസ്മെന്റ്സ് ഓൺ ലാൻഡ് വിത്ത് എ ഫാം ഹൗസ് ടു ബി സോൾഡ്. ഫാം ഹൗസ് ഉള്ളൊരു ഭൂമി വിൽപ്പനയ്ക്കുണ്ടോ എന്നാണ് അദ്ദേഹം നോക്കുക. പിന്നെയോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കഷ്ടം എന്താ? ഹി ലിവ്ഡ് ദ ലൈഫ് ഓഫ് എ മൈസർ. സ്റ്റിഞ്ചി ലൈഫാണ്, ഒരു പിശുക്കൻ്റെ ലൈഫാണ്. മൈസർ എന്ന് വെച്ചാൽ പിശുക്കൻ. നിക്കോളെ ഐവനിച്ച് ലിവ്ഡ് ദ ലൈഫ് ഓഫ് എ മൈസർ. കാരണം എന്താ? ഫാം ഹൗസ് മേടിക്കാൻ കാശ് വേണ്ടേ? ഹി ലിവ്ഡ് ദ ലൈഫ് ഓഫ് എ മൈസർ. ഹി ലുക്ക് ലൈക്ക് എ ബെഗർ. കണ്ട പിച്ചക്കാരനെ പോലെ ഇരിക്കും. ചാക്ക് വെട്ടിയാണ് ഡ്രസ്സായിട്ട് ഇടുന്നത്. വെയറിങ് ടോൺ ക്ലോത്ത്സ്, കീറി പറഞ്ഞ തുണിയാണ് ഇടുന്നത്, ചാക്ക് വെട്ടിയാണ് തയ്ക്കുന്നത്. നല്ല കോമഡി ആയിരിക്കും അല്ലേ? ഹി ലിവ്സ് ദ ലൈഫ് ഓഫ് എ മൈസർ. ഹി ലുക്ക് ലൈക്ക് എ ബെഗർ. ഹി വെയർസ് ടോൺ ക്ലോത്ത്സ്. ഐവൻ ഗിവ്സ് ഹിം മണി. ബ്രദർ അനിയന് പൈസയൊക്കെ കൊടുക്കും. ബട്ട് ഹി പുട്ട്സ് ദാറ്റ് മണി ടു ഇൻ ദ ബാങ്ക്. ആ പണം കൂടെ കൊണ്ട് ബാങ്കിലിടും. ആൻഡ് അവസാനം എന്ത് സംഭവിക്കും? ഹി മാരീസ് ആൻ അഗ്ലി വിഡോ. ഒരു കാണാൻ ഒരു ഭംഗിയില്ലാത്തൊരു വിധവയെ വിവാഹം കഴിക്കും. നോട്ട് ഔട്ട് ഓഫ് എനി ഫീലിംഗ് ഫോർ ഹർ. അവരോട് ഫീലിംഗ് ഒന്നും ഉണ്ടായിട്ടല്ല, ബട്ട് ഫോർ ഹർ മണി. അവളുടെ പണം അടിച്ചു മാറ്റാൻ വേണ്ടിയാണ്. സോ വാട്ട് എവർ മണി ഐവൻ ഗിവ്സ് ഹിം, ഹി പുട്ട്സ് ദാറ്റ് ഇൻ ദ ബാങ്ക്. ഐവൻ കൊടുക്കുന്ന പണം എല്ലാം ബാങ്കിലിടും. ഹി ലീഡ്സ് എ സ്റ്റിഞ്ചി ലൈഫ്. ഹി ലീഡ്സ് എ മൈസർലി ലൈഫ്. ഹി വെയേഴ്സ് ടോൺ ക്ലോത്ത്സ്. ഹി ലുക്സ് ലൈക്ക് എ ബെഗർ. ആൻഡ് ഹി മാരീസ് ആൻ അഗ്ലി വിഡോ. നോട്ട് ഔട്ട് ഓഫ് എനി ഫീലിംഗ് ഫോർ ഹർ. അവരോട് ഫീലിങ്സ് ഉള്ളതുകൊണ്ടല്ല, ബട്ട് ബിക്കോസ് ഹി ഹാസ് മണി. അവൾക്ക് പണമുണ്ട്. ആ പണത്തിന് വേണ്ടി അവളെ മാരി ചെയ്യും. ആൻഡ് സി, ഹി കീപ്സ് ഹർ ഹാഫ് സ്റ്റാർവ്ഡ്. അവളെ പകുതി പട്ടിണിക്കിടും. അവളുടെ പണം തന്നെ, ആഹാരം മേടിക്കാനുള്ള പണം ഉപയോഗിക്കാതെ അവരെ പകുതി പട്ടിണിക്കിടും. ഹി കീപ്സ് ഹർ ഹാഫ് സ്റ്റാർവ്ഡ് ആൻഡ് പുട്ട് ദാറ്റ് മണി ഇൻ ദ ബാങ്ക് ഇൻ ഹിസ് അക്കൗണ്ട്. സ്വന്തം അക്കൗണ്ടിൽ കൊണ്ട് ബാങ്കിലിടും. അതാണ് നിക്കോളെ ഐവനിച്ചിൻ്റെ പരിപാടി. What happens after her death? After her death, he buys a farmhouse and he names it ഹിമാലയസ്കോ. അപ്പം ഭാര്യയുടെ മരണശേഷം അദ്ദേഹം ഒരു ഫാം ഹൗസ് മേടിക്കും. എന്നിട്ട് അതിന് എന്ത് പേര് കൊടുക്കും? ഹിമാലയസ്കോ എന്ന് പേര് കൊടുക്കും. കാരണം എന്താ? അച്ഛൻ്റെ പേര് ചിംഷ ഹിമാലയസ്കി എന്നാണ്. അച്ഛൻ്റെ പേരിൻ്റെ ഓർമ്മയ്ക്കാണ് ഹിമാലയസ്കോ എന്ന് അദ്ദേഹം ഫാമിന് പേര് കൊടുക്കുന്നത്. And when the author, the storyteller Ivan Ivanich visits his brother,
ഹിസ് ബ്രദർ സീംസ് ടു ബി ലൂസിങ് സ്ട്രെങ്ത്. വളരെ വീക്കാവും. ഹി ബിക്കംസ് ഓൾഡ്. വളരെ ഓൾഡ് ആവും. ബട്ട് ഹി അച്ചീവ്സ് ഹിസ് ഡ്രീം. അവൻ്റെ സ്വപ്നം നേടും. ഹൗ? ഹി ഗ്രോസ് ഗൂസ്ബെറീസ് ഇൻ ഹിസ് ഫാം ഹൗസ്. തൻ്റെ ഫാം ഹൗസിൽ അദ്ദേഹം ഗൂസ്ബെറീസ് ഗ്രോ ചെയ്യും. നൗ ഹി ഈസ് എ ഫ്യൂഡൽ ലോർഡ് ഇൻ ഹിസ് വില്ലേജ്. തൻ്റെ വില്ലേജിൽ ഒരു ഫ്യൂഡൽ ലോർഡാണ് നിക്കോളെ ഐവനേജ്. ഹി ഗ്രോസ്, ഹി ബിക്കം സക്സസ്ഫുൾ ഇൻ അച്ചീവിങ് ഹിസ് ഡ്രീം. തൻ്റെ സ്വപ്നം നേടിയെടുക്കുന്നതിൽ അദ്ദേഹം സക്സസ്ഫുൾ ആവും. ഹി ഗ്രോസ് ഗൂസ്ബെറീസ് ഇൻ ഹിസ് ഗാർഡൻ. തൻ്റെ ഗാർഡനിൽ ഗൂസ്ബെറീസ് വളർത്തുന്നതിൽ അദ്ദേഹം സക്സസ്ഫുൾ ആവും. അറ്റ് ദാറ്റ് നൈറ്റ് വെൻ ഐവൻ വിസിറ്റ്സ് ഹിം, ഐവൻ അയാളെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഹി ലുക്സ് കണ്ടന്റഡ്, ഹി ലുക്സ് സാറ്റിസ്ഫൈഡ്, ഹി ലുക്സ് ഹാപ്പി. വളരെ ഹാപ്പി ആയിട്ട്, വളരെ കണ്ടന്റഡ് ആയിട്ട്, വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് കാണും. വൈ? ബിക്കോസ് ഹി പിക്ക് ദ ഗൂസ്ബെറീസ് ഫ്രം ദ ഗാർഡൻ. ഗാർഡനിൽ നിന്ന് ഗൂസ്ബെറീസ് തിന്നും. എന്നിട്ട് എന്ത് ചെയ്യും? രാത്രി കിടക്കാൻ പോവും, ഉറക്കം വരത്തില്ല, എഴുന്നേറ്റ് വരും, ഗൂസ്ബെറി തിന്നും. ഭയങ്കര ശരിയാ. വീണ്ടും പോകും, കിടക്കും, ഉറക്കം വരത്തില്ല, വീണ്ടും വരും, ഗൂസ്ബെറി തിന്നും. ചായയുടെ കൂടെ വരെ ഗൂസ്ബെറിയാണ് തിന്നുന്നത്. ഗൂസ്ബെറി തിന്നിട്ടും സന്തോഷം തീരുന്നില്ല. ബിക്കോസ് ഗൂസ്ബെറി സിംബലൈസസ് അച്ചീവിങ് ഹിസ് ഡ്രീം, അച്ചീവിങ് ഹിസ് അംബീഷൻ. അദ്ദേഹത്തിൻ്റെ അംബീഷനെയാണ് ഗൂസ്ബെറീസ് കാണിക്കുന്നത്. പോവുക, ഗൂസ്ബെറി തിന്നുക, പോവുക. ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം. സോ ഗൂസ്ബെറി സിംബലൈസസ് ഹിസ് സക്സസ് ഇൻ ലൈഫ്. അപ്പോൾ നിങ്ങൾ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം. ഇങ്ങനെ പിശിക്കുകയാണോ, വൈഫിനെ പട്ടിണിക്കിട്ടാണോ ഇങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു വലിയ സംഭവം. പക്ഷേ ഐവൻ ഇത് വലിയ സംഭവമായിട്ടാണ് തൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ബർക്കിനോടും അലിയോക്കിനോടും കഥ പറയുകയാണ്, അനിയൻ്റെ കഥ പറയുകയാണ്. പക്ഷേ ബർക്കിനും അലിയോക്കിനും ഇത് ബോറടിപ്പിക്കുന്ന സ്റ്റോറി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് നിക്കോളെ ഐവനേജ്. അലിയോക്കിൻ എന്ന് പറയുന്നൊരു ഫാർമറിൻ്റെ ക്യാരക്ടറുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. ഹീ ഈസ് എ മാൻ ഓഫ് 40. 40 വയസ്സുള്ളൊരു ഫാർമറാണ് അലിയോക്കിൻ. ഹീ ഈസ് ടോൾ ആൻഡ് സ്റ്റൗട്ട്. നല്ല പൊക്കമുള്ള, നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യനാണ് അലിയോക്കിൻ. ഹീ ഈസ് ടോൾ ആൻഡ് സ്റ്റൗട്ട്. ഹീ ഈസ് എ വെരി ആക്റ്റീവ് പേഴ്സൺ. വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പേഴ്സണാണ്. ഹി ഹാസ് ലോങ് ഹെയർ. നീളൻ മുടിയുള്ള മനുഷ്യനാണ്. ഹി ഹാസ് ലോങ് ഹെയർ, വെരി ആക്റ്റീവ് പേഴ്സൺ. ഹി ഈസ് എ ഫാർമർ ബട്ട് ഹി ലുക്സ് ലൈക്ക് എ പ്രൊഫസർ ഓർ എ പെയിൻറ്റർ. അദ്ദേഹം ഒരു ഫാർമറാണ്. ഹി ഈസ് എ ഫാർമർ ബട്ട് ഹി ലുക്സ് ലൈക്ക് എ പ്രൊഫസർ ഓർ എ പെയിൻറ്റർ. കണ്ടാൽ ഒരു പ്രൊഫസറോ പെയിൻറ്ററോ ഒക്കെ ആണെന്നാണ് തോന്നുക. ഹി ഈസ് എ ഫ്രണ്ട് ഓഫ് ഐവൻ ആൻഡ് ബർക്കിൻ ഇൻ ദ സ്റ്റോറി ഗൂസ്ബെറീസ്. ഗൂസ്ബെറീസ് എന്നുള്ള സ്റ്റോറിയിലെ ഐവൻ്റെയും ബർക്കിൻ്റെയും ഫ്രണ്ടാണ് അലിയോക്കിൻ. അലിയോക്കിൻ ഈസ് എ ഫ്രണ്ട് ഓഫ് ഐവൻ ആൻഡ് ബർക്കിൻ ഇൻ ദ സ്റ്റോറി ദ ഗൂസ്ബെറീസ്. ഇനിയും ഹീ ഈസ് ഹോസ്പിറ്റബിൾ ആൻഡ് അക്കോമഡേറ്റിംഗ്. ഹോസ്പിറ്റബിൾ, അതിഥികളെ വെൽക്കം ചെയ്യുന്ന, അക്കോമഡേറ്റിംഗ്, അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. ഹീ ഈസ് ഹോസ്പിറ്റബിൾ ആൻഡ് അക്കോമഡേറ്റിംഗ്. അലിയോക്കിൻ എന്തൊക്കെ കൊടുക്കും? വെൻ ഐവൻ ആൻഡ് ബർക്കിൻ, മഴ പെയ്യുമ്പോൾ അലിയോക്കിൻ്റെ വീട്ടിലേക്ക് ഓടി കയറുകയാണ് ഇവർ. വെൻ ഐവൻ ആൻഡ് ബർക്കിൻ വിസിറ്റ് ഹിം, ഹി ഗിവ്സ് ദം ബേത്തിങ് ഫെസിലിറ്റീസ്, ഡ്രസ്, ഫുഡ് ആൻഡ് ആൻ അറ്റൻഡന്റ്. ഐവനും ബർക്കിനും അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം അവർക്ക് എന്തൊക്കെ കൊടുക്കും? അദ്ദേഹം ഹോസ്പിറ്റബിൾ ആണ്, അക്കോമഡേറ്റിംഗ് ആണ്. ആര് വന്നാലും സ്വീകരിക്കും, സുഹൃത്തുക്കൾ വന്നാൽ സ്വീകരിക്കും. അവർക്ക് എന്തൊക്കെ കൊടുക്കും? ഗിവ്സ് ദം ബേത്തിങ് ഫെസിലിറ്റി, കുളിക്കാനുള്ള സൗകര്യം കൊടുക്കും. പിന്നെ ഫുഡ്, ഡ്രസ്, ഈവൻ ആൻ അറ്റൻഡൻറ്റ്, വീട്ടിലുള്ള അറ്റൻഡൻറ്റിനെ അവരെ സെർവ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. അവരാണ് ആഹാരമൊക്കെ കൊടുക്കുന്നത്. ബട്ട് ദർ ഈസ് എ സ്റ്റോറി. അലിയോക്കിൻ ഈസ് എ റിയൽ ഫാർമർ. അലിയോക്കിൻ ഒരു യഥാർത്ഥ ഫാർമറാണ്. ഹു ലിവ്സ് ക്ലോസ് ടു നേച്ചർ. നേച്ചറിനോട് വളരെ ക്ലോസ് ആയിട്ട് ജീവിക്കുന്ന ആളാണ്. ദാറ്റ് ഹി ഹാസ് നോട്ട് ടേക്കൺ എ ബാത്ത് സിൻസ് എ ലാസ്റ്റ് സീസൺ. കഴിഞ്ഞ സീസൺ മുതൽ ഇതുവരെ അദ്ദേഹം കുളിച്ചിട്ടേ ഇല്ല. അത്ര റിയൽ ഫാർമറാണ്. ഹി ഈസ് എ റിയൽ ഫാർമർ ഹു ലിവ്സ് ടു ക്ലോസ് ടു നേച്ചർ ദാറ്റ് ഹി ഹാസ് നോട്ട് ടേക്കൺ എ ബാത്ത് സിൻസ് ദ ലാസ്റ്റ് സീസൺ. സോ ഹിസ് ബോഡി ഈസ് ഓൾവേസ് കവേർഡ് വിത്ത് മഡ് ആൻഡ് സ്ട്രോ. ഇതുമായിട്ടാണ് നേരെ പോയി കിടന്ന് ഒരു വോൾട്ടിലേക്ക്, ഒരു ഗുഹ പോലെയുള്ള റൂമിനകത്ത് കയറി കിടന്ന് ഇദ്ദേഹം ഉറങ്ങുന്നത്. ഇവർ വന്നപ്പോഴാണ് ഇവരോടെ കുളത്തിൽ പോയെന്ന് കുളിക്കുന്നത്. കുളിക്കുമ്പോൾ ഐവന് മാത്രം തിരിച്ചു കയറാൻ മനസ്സില്ല. കാരണം വില്ലേജ് ലൈഫിൻ്റെ ഓർമ്മയാണ്. അപ്പോൾ ഐവൻ്റെ ക്യാരക്ടറും ചോദിക്കാം. പക്ഷേ ഐവൻ്റെ ക്യാരക്ടർ ചോദിച്ചാൽ തെറ്റി. അലിയോക്കിനും നിക്കോളെ എഴുതരുത്. ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ, നോ ചാൻസ് അറ്റ് ഓൾ. പക്ഷേ എങ്ങാനും അഡീഷണൽ ക്വസ്റ്റ്യൻ്റെ കൂട്ടത്തിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ടെൻഷൻ അടിക്കരുത്. ആരാണെന്ന് അറിയുക. നിക്കോളെ ആണെങ്കിൽ ആൻസർ എഴുതാൻ അറ്റംപ്റ്റ് ചെയ്യുക. ഐവൻ ആണെങ്കിൽ ഒന്നും എഴുതാനില്ല, 2 സെൻറ്റൻസ് എഴുതണമെന്ന് തോന്നിയാൽ ദ നറേറ്റർ ഓഫ് ദ സ്റ്റോറി ഗൂസ്ബെറീസ്, ദ ബ്രദർ ഓഫ് ദ മെയിൻ ക്യാരക്ടർ നിക്കോളെ ഐവനേജ്. He is a veterinary surgeon. He lost his father at a very early stage. He narrates the story of his brother to Aliokin and
ബർക്കിൻ ഈസ് എ സ്കൂൾ ടീച്ചർ, ഹിസ് ഫ്രണ്ട്. പിന്നെ ഹി ലവ്സ് വില്ലേജ് ലൈഫ്. വെൻ ഹി ഗെറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ബെയ്ത്ത് ഇൻ ദ പോണ്ട്, പോണ്ടിൽ കുളിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ ഹി ഡസ് നോട്ട് കം ബാക്ക്. ഇതൊക്കെ എഴുതി വെക്കാം. ദോ ഹി ഈസ് എ ഫാർമർ, അലിയോക്കിൻ്റെ കാര്യമാണ്. ദോ അലിയോക്കിൻ ഈസ് എ ഫാർമർ, ഹി ഫൈൻസ് നിക്കോളെ സ്റ്റോറി ബോറിംഗ്. നിക്കോളയുടെ കഥ ബോറിംഗ് ആയിട്ട്. ഐവൻ മഴയത്തോടി അലിയോക്കിൻ്റെ വീട്ടിൽ കയറും. ഐവൻ്റെ കൂടെ ബർക്കിൻ, സ്കൂൾ ടീച്ചറായ ബർക്കിനും ഉണ്ട്. അപ്പോൾ ബർക്കിനോട് കഥ പറയാൻ വരുമ്പോഴാണ് മഴ പെയ്യുന്നത്. അവിടെ വന്ന് കുളിച്ച് ഡ്രസ്സെല്ലാം ചെയ്ത് ഇവർ 3 പേരോട് ഇരിക്കുമ്പോഴാണ് ഐവൻ ബ്രദർ നിക്കോളെ ഐവനസിൻ്റെ കഥ ബർക്കിനോടും അലിയോക്കിനോടും പറയുന്നത്. ബട്ട് ബോത്ത് ഓഫ് ദം ദേ ഫൈൻഡ് ഇറ്റ് ടീഡിയസ് ആൻഡ് ബോറിംഗ്. It is tedious to listen to the story of a miserable official who ate gooseberries. ഗൂസ്ബെറി തിന്ന ഒരു മിസറബിൾ ഒഫീഷ്യലിൻ്റെ സ്റ്റോറി കേട്ടിട്ട് ബോറടിക്കുന്നു എന്നാണ് അവർക്ക് ഫീൽ ചെയ്തത്. സോ ദോ അലിയോക്കിൻ ഈസ് എ ഫാർമർ, ഹി ഡസ് നോട്ട് ലൈക്ക് ദ സ്റ്റോറി ഓഫ് നിക്കോളെ, ഹി ഫൈൻഡ്സ് ഇറ്റ് ബോറിംഗ്. Barkin, the teacher also finds it boring. Only Ivan finds it impressive because it is his brother. അപ്പോൾ നിക്കോളെ ഐവനേജ് അലിയോക്കിൻ, ഇതിൻ്റെ ഒക്കെ ഒരു ക്യാരക്ടറും ഗൂസ്ബെറീസിൻ്റെ ഒരു ചെറിയ സമ്മറിയും ഒക്കെ നമ്മൾ ഇവിടെ ഒന്ന് ഓടിച്ച് പറഞ്ഞു. നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നത് പോലെ ഉപയോഗിക്കുക. ഐ ഡോണ്ട് എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ്. പക്ഷേ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഒരു ചെറിയ പരിചയം, അത്രേ ഉള്ളൂ. നൗ വി ഹാവ് വൺ മോർ ക്യാരക്ടർ സ്കെച്ച്, ദാറ്റ് ഈസ് ഗ്രേറ്റ. ഇപ്പോൾ ഗ്രേറ്റയുടെ ക്യാരക്ടർ സ്കെച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ആ ഗൂസ്ബെറീസിൻ്റെ ഒരു ഷോർട്ട് സമ്മറി പറയാം. ഇങ്ങനെയാണ് കഥ പോകുന്നത്. Ivan Ivanich ആരാ? എ വെറ്റിനറി സർജൻ. ഹി ഈസ് ദ നറേറ്റർ. ആൻഡ് ബർക്കിൻ ഈസ് എ സ്കൂൾ ടീച്ചർ. ദേ ആർ റിട്ടേണിങ് ഹോം ഫ്രം വർക്ക്. അവർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. Ivan starts telling the story of his brother. He plans to tell the story of his brother. ഐവന് തൻ്റെ ബ്രദറിൻ്റെ കഥ പറയണമെന്ന് ആഗ്രഹമുണ്ട്. സൂൺ റെയിൻ ഫോൾസ്, മഴ പെയ്യും. ദേ ഫൈൻഡ് ഷെൽട്ടർ വിത്ത് അലിയോക്കിൻ എന്നുള്ള ഫാർമറായിട്ടുള്ള ഫ്രണ്ടിൻ്റെ അടുത്ത് ഷെൽട്ടർ കണ്ടുപിടിക്കും. ആ അലിയോക്കിൻ്റെ ക്യാരക്ടറാണ് നമ്മൾ മുമ്പേ കണ്ടത്. ദേ ടുക്ക് ബാത്ത് ഇൻ ദ ബെയ്ത്തിങ് ഷെഡിൽ കുളിക്കും. ഐവൻ ഹെസിറ്റേറ്റ്സ് ടു കം ബാക്ക്. ഐവന് തിരിച്ചു വരാൻ മനസ്സില്ല. ബിക്കോസ് ഹി ഹാസ് ദ മെമ്മറീസ് ഓഫ് എ വില്ലേജ് ലൈഫിൻ്റെ ഓർമ്മയാണ് ഐവന്. അലിയോക്കിൻ ഈസ് വെരി ഹോസ്പിറ്റബിൾ. നമ്മൾ പറഞ്ഞു അലിയോക്കിൻ വളരെ മാന്യതയുള്ള മനുഷ്യനാണ്. ഹി ഗിവ്സ് ദം ഫുഡ്, ക്ലോത്ത് ആൻഡ് ഷെൽട്ടർ. അവർക്ക് ഫുഡും ക്ലോത്ത്സും ഷെൽട്ടറും എല്ലാം കൊടുക്കുന്നുണ്ട്. ആൻഡ് ലേറ്റർ ഐവൻ നറേറ്റ്സ് ദ സ്റ്റോറി ഓഫ് ഹിസ് ബ്രദർ നിക്കോളയുടെ സ്റ്റോറി ഐവൻ നറേറ്റ് ചെയ്യും. ആ സ്റ്റോറിയാണ് നമ്മൾ നിക്കോളയുടെ ക്യാരക്ടർ സ്കെച്ചായിട്ട് പഠിച്ചത്. ഹി നറേറ്റ്സ് ഇറ്റ് വിത്ത് ഗ്രേറ്റ് എന്തൂസിയാസം. വളരെ എന്തൂസിയാസത്തോടെ, വളരെ ആത്മാർത്ഥതയോടെ, സന്തോഷത്തോടെയാണ് അദ്ദേഹം കഥ പറയുന്നത്. ഹി ഫൈൻഡ്സ് ഇറ്റ് വെരി ഇംപ്രസീവ് ആൻഡ് ടച്ചിങ്. വളരെ ഇംപ്രസീവായിട്ടുള്ള, വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ടൊക്കെയാണ് ഐവന് ഫീൽ ചെയ്യുന്നത്. ബട്ട് അലിയോക്കിൻ ആൻഡ് ബർക്കിൻ, who are the representative of the modern generation, they finds the story tedious. അവർക്ക് ഈ സ്റ്റോറി ടീഡിയസ് ആയിട്ട്, ബോറിംഗ് ആയിട്ടാണ് തോന്നുന്നത്. Why? They say it was tedious to hear the story of a miserable official who ate gooseberries എന്നൊരു മിസറബിൾ ഒഫീഷ്യലിൻ്റെ സ്റ്റോറി കേൾക്കാൻ ഇറ്റ് വാസ് ടീഡിയസ്, വളരെ ബോറിംഗ് ആണ് എന്നാണ് അവർ പറഞ്ഞത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലാസ്റ്റ് വൺ, ഗ്രേറ്റ എന്നുള്ളത് കോൺസെപ്റ്റൽ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി കൂടിയാണ്. ഗ്രേറ്റ ആരാണ്? ശ്രദ്ധിച്ച് കേൾക്കുക. ഏജ്, ഗ്രേറ്റ ഈസ് എ 16-year-old girl. Greta is a 16-year-old girl. She has blue eyes, നീലക്കണ്ണുകൾ, നീലക്കണ്ണുള്ള ബ്ലോണ്ട് ഹെയർ, സ്വർണ്ണ തലമുടിയുള്ള പെൺകുട്ടിയാണ് ഗ്രേറ്റ. ഗ്രേറ്റ ഈസ് എ 16-year-old girl. She has blue eyes and blonde hair. ഗ്രേറ്റ ഈസ് എ ഡിഫറൻ്റ്ലി ഏബിൾഡ് ചൈൽഡ്. ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് വെച്ചാൽ നമ്മൾ ഹാൻഡിക്യാപ്ഡ് എന്നുള്ളതിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ്. മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ചൈൽഡാണ്. ഡിഫറൻ്റ്ലി -ഏബിൾഡ്. ഗ്രേറ്റ ഈസ് എ ഡിഫറൻ്റ്ലി ഏബിൾഡ് ചൈൽഡ്. എന്താ അവളുടെ കുഴപ്പം? ഷീ ഹാസ് ദ ഹാബിറ്റ് ഓഫ് റിപ്പീറ്റിംഗ് വാട്ട് എവർ ഷീ ഹിയേഴ്സ്. എന്ത് കേട്ടാലും റിപ്പീറ്റ് ചെയ്യും. ഗ്രേറ്റ ഈസ് എ ഡിഫറൻ്റ്ലി ഏബിൾഡ് ചൈൽഡ്. ഷീ റിപ്പീറ്റ്സ് വാട്ട് എവർ ഷീ ഹിയേഴ്സ്. കേൾക്കുന്നതെല്ലാം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. ആരെന്ത് പറഞ്ഞാലും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഷീ ഈസ് വെരി സ്ലോ ഇൻ റീഡിങ്. 16 വയസ്സുണ്ടെങ്കിലും വായിക്കാൻ വളരെ സ്ലോ ആണ്. റൈറ്റിംഗ്, എഴുതാൻ സ്ലോ ആണ്. ടൈപ്പ് ചെയ്യാൻ സ്ലോ ആണ്. ആൻഡ് എവറിഥിങ് ദാറ്റ് ഷീ ഈസ് ഡൂയിങ്,
അവൾ ചെയ്യുന്ന എല്ലാത്തിലും അവൾ സ്ലോ ആണ്. ഷീ ഈസ് എ ഡിഫറൻ്റ്ലി ഏബിൾഡ് ചൈൽഡ്. ഷീ ഹാസ് എ ഹാബിറ്റ് ഓഫ് റിപ്പീറ്റിംഗ് വാട്ട് എവർ ഷീ ഹിയേഴ്സ്. ഷീ ഈസ് വെരി സ്ലോ ഇൻ റീഡിങ്, റൈറ്റിംഗ്, ടൈപ്പിംഗ് ആൻഡ് വാട്ട് എവർ ഷീ ഈസ് ഡൂയിങ്. അത്യാവശ്യമായി ഗ്രേറ്റയെ പറ്റി എഴുതാൻ 2-3 കാര്യങ്ങളൂടെ പറയാം. പീപ്പിൾ തിങ്ക് ദാറ്റ് ഷീ ക്യാൻ ഡു എ വേർഡ് പ്രോസസ്സിംഗ് ജോബ്. ഗ്രേറ്റയെ പോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് വേർഡ് പ്രോസസ്സിംഗ് ജോബ്, ടൈപ്പ് റൈറ്റിംഗ് ജോലി ചെയ്യാനായിരിക്കും പറ്റുക എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. പീപ്പിൾ ബിലീവ് ദാറ്റ് ഷീ ക്യാൻ ഡു വേർഡ് പ്രോസസ്സിംഗ് ജോബ്. എവിടെയാണ് ഗ്രേറ്റ പഠിക്കുന്നത്? ഷീ ഗോസ് ടു എ സ്പെഷ്യൽ സ്കൂൾ. ഷീ ഈസ് എ ഡിഫറൻ്റ്ലി ഏബിൾഡ് ചൈൽഡ്, സോ ഷീ ഗോസ് ടു എ സ്പെഷ്യൽ സ്കൂൾ. ഷീ സ്റ്റഡീസ് ഇൻ 5th grade. 5th grade പഠിക്കുന്നത്. വെയർ ആസ് ഹർ യങ്ങർ ബ്രദർ സ്റ്റഡീസ് ഇൻ എ ഹയർ ഗ്രേഡ്. തന്നേക്കാൾ ഇളയ അനിയൻ വലിയ ഗ്രേഡിൽ പഠിക്കുമ്പോൾ ഷീ സ്റ്റഡീസ് ഇൻ 5th grade. ഷീ ഈസ് എ ഡിഫറൻ്റ്ലി ഏബിൾഡ് ചൈൽഡ്, ഗോസ് ടു എ സ്പെഷ്യൽ സ്കൂൾ. ബട്ട് ഷീ ഹാസ് ആൻ അഡ്വാൻറ്റേജ്. ഷീ ഹാസ് എ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി. ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള പെൺകുട്ടിയാണ് ഗ്രേറ്റ. ഇനിയും ഗ്രേറ്റ അംബീഷ്യസ് ആണോ? ഗ്രേറ്റ ഈസ് അംബീഷ്യസ്. ഗ്രേറ്റ ഹാസ് ഹർ അംബീഷൻസ്, ബട്ട് ഷീ ഈസ് നോട്ട് ടു അംബീഷ്യസ്. ഒരുപാട് ആഗ്രഹമുള്ള കുട്ടിയൊന്നും അല്ല. ഷീ ഹാസ് ലിമിറ്റഡ് അംബീഷൻസ്. അവൾക്ക് കുറച്ച് അംബീഷൻസ് ഉണ്ട്. ഹാസ് എ ലിമിറ്റഡ് അംബീഷൻസ്. ഹാസ് ഹെർ ലിമിറ്റഡ് അംബീഷൻസ്. ഇനി ഗ്രേറ്റ ഇമാജിനേറ്റീവ് ആണോ? ഷീ ഈസ് നോട്ട് ടു ഇമാജിനേറ്റീവ്. വലിയ ഇമാജിനേറ്റീവ് ഒന്നുമല്ല, ബട്ട് ഷീ ഡസ് നോട്ട് ലാക്ക് ഇമാജിനേഷൻ. പക്ഷെ അവൾക്ക് ഇമാജിനേഷന് കുറവൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ എഴുതി കഴിഞ്ഞാൽ ഗ്രേറ്റയുടെ ക്യാരക്ടറായി. 16-year-old ഗേൾ, ഹാസ് ബ്ലൂ ഐസ് ആൻഡ് ബ്ലോണ്ട് ഹെയർ, ഡിഫറൻ്റ്ലി ഏബിൾഡ് ചൈൽഡ്, ഹാസ് ദ ഹാബിറ്റ് ഓഫ് റിപ്പീറ്റിംഗ് വാട്ട് എവർ ഷീ ഹിയേഴ്സ്, വെരി സ്ലോ ഇൻ റീഡിംഗ്, റൈറ്റിംഗ്, ടൈപ്പിംഗ് ആൻഡ് എവറിഥിങ് ഷീ ഈസ് ഡൂയിങ്. People think that she can do the word processing job. She goes to a special school. She studies in 5th grade, whereas her younger brother studies in a higher grade. She has a helping mentality. She has her ambitions, but she is not too ambitious. She doesn't lack imagination, but she is not too imaginative. ഇനി നമ്മുടെ കഥയെന്ന് പറയുന്നത്, ഇൻ്റർനെറ്റിൽ ഒരു വെബ്സൈറ്റിൽ അവളുടെ അച്ഛൻ ഒരു സ്ട്രീറ്റ് ഡെക്കറേറ്റ് ചെയ്യുവാണ്. ഇൻ്റർനെറ്റിലെ ഒരു വെബ്സൈറ്റിൽ ഒരു ഗെയിം മാതിരി. സോ ഹെർ ഫാദർ വാസ് അറേഞ്ചിങ് പോമാഞ്ചർ സ്ട്രീറ്റ് എന്ന് പറയുന്നൊരു സ്ട്രീറ്റ് ഡെക്കറേറ്റ് ചെയ്യുവാണ്. ഹി ഡിസൈൻസ് എ ഹൗസ് ഇൻ എ കമ്പ്യൂട്ടർ. ആ ഹൗസ് കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്യുകയാണ്. ആ ഹൗസിൽ എന്തുണ്ട്? ദർ ആർ ലോട്ട്സ് ഓഫ് റൂംസ്. ഒരുപാട് മുറികളുണ്ട്. ഒരു ലൈബ്രറി ഉണ്ട്. അച്ഛന് ഇമ്പോർട്ടൻ്റ് ആണ് ലൈബ്രറി. ദ റൂംസ് ആർ ഫുൾ ഓഫ് ഫ്രൂട്ട്സ്. ഇവരുടെ വീട് നിറച്ചും ഫ്രൂട്ട്സ് ആണ്. അതുകൊണ്ട് അവർ പോമാഞ്ചർ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഇമാജിനറി സ്ട്രീറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന വീട്ടിലും നിറയെ ഫ്രൂട്ട്സ് ആണ്. സോ there are lot of rooms, library and fruits. He asked Greta what she needs in her house. വീട്ടിൽ എന്താണ് വേണ്ടതെന്ന് ഗ്രേറ്റയോട് ചോദിക്കും. ഗ്രേറ്റയുടെ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ ഗ്രേറ്റയുടെ വീട്ടിൽ എന്ത് വേണമെന്ന് ഗ്രേറ്റയോട് ചോദിക്കും. അപ്പോൾ ഗ്രേറ്റ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഹി ഡിസൈൻസ് ഗ്രേറ്റാസ് ഹൗസ് ഇൻ ദ വെബ്സൈറ്റിൽ ഗ്രേറ്റയുടെ ഹൗസ് ഡിസൈൻ ചെയ്യും. അപ്പോൾ ഗ്രേറ്റയ്ക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കിക്കേ. ഷീ നീഡ്സ് എ കിച്ചൺ. ഒരു കിച്ചൺ വേണം. എ ഡൈനിങ് റൂം. ഒരു ഡൈനിങ് റൂം വേണം. എ ലിവിംഗ് റൂം. ഒരു ലിവിംഗ് റൂം വേണം. എ ബെഡ്റൂം. ഒരു ബെഡ്റൂം വേണം. എ റൂം ഫോർ ക്യാറ്റ്. പൂച്ചയ്ക്കുള്ളൊരു മുറി വേണം. ഗ്രേറ്റ നീഡ്സ് 11 വിൻഡോസ്. വീടിന് 11 വിൻഡോസ് വേണം. ഓൾ ദ വിൻഡോസ് ടു ബി ഡെക്കറേറ്റഡ് വിത്ത് വൈറ്റ് കർട്ടൻസ്. എല്ലാ വിൻഡോസും വൈറ്റ് കർട്ടൻ വെച്ച് ഡെക്കറേറ്റ് ചെയ്യണം. ഷീ നീഡ്സ് പീച്ചസ് ആൻഡ് അതർ ഫ്രൂട്ട്സ് ഇൻ ഹെർ ഹൗസ്. വീട്ടിൽ പീച്ചസും മറ്റ് ഫ്രൂട്ട്സും വേണം. ഷീ നീഡ്സ് ദ ഫ്രൂട്ട്സ് ടു ബി കെപ്റ്റ് ഇൻ ബോൾസ് ഹാവിങ് ബ്ലൂ കളർ. ബ്ലൂ കളറുള്ള ബോൾസിനകത്തിൽ വേണം ഈ ഫ്രൂട്ട്സ് വയ്ക്കുവാനായിട്ട്. ഷീ നീഡ്സ് ടു കീപ് ദ ഫ്രൂട്ട്സ് ഇൻ ബ്ലൂ കളേർഡ് ബോൾസ്. ബട്ട് whatever she needs in her imaginary house are there in her real house. അവളുടെ സ്വന്തം വീട്ടിലുള്ള 11 വിൻഡോസും വൈറ്റ് കർട്ടൻസും റൂംസും എല്ലാമാണ് തൻ്റെ ഇമാജിനറി ഹൗസിലും വേണമെന്ന് ഗ്രേറ്റ പറയുന്നത്. ദാറ്റ് ഈസ് വൈ ഷീ ഈസ് നോട്ട് ടു ഇമാജിനേറ്റീവ്. ബട്ട് ഷീ ഈസ് ഇൻ്റലിജൻറ്റ്. ഷീ സേയ്സ് എ ബാത്റൂം ഈസ് അൺനെസസറി. ബാത്റൂമിൻ്റെ ആവശ്യമില്ല. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ഹൗസ്. ഇമാജിനറി ഹൗസ് ആയതുകൊണ്ട് ബാത്റൂമിൻ്റെ ആവശ്യമില്ല എന്നവൾ പറയുന്നുണ്ട്. സോ ഷീ ഹാസ് എ ബിറ്റ് ഓഫ് കോമൺ സെൻസ്. ഷീ ഡസൻറ്റ് ലാക്ക് ഇമാജിനേഷൻ, ബട്ട് ഷീ ഈസ് നോട്ട് ടു ഇമാജിനേറ്റീവ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി, നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ആ ചാപ്റ്ററിൻ്റെ സ്റ്റോറി എനിക്ക് അറിയാമല്ലോ എന്നൊരു കോൺഫിഡൻസിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഡോണ്ട് ബോദർ മച്ച് അബൌട്ട് ദീസ്. അധികം ബോദർ ചെയ്യേണ്ട. ഞാൻ പഠിപ്പിച്ചെന്ന് എനിക്കൊരു സന്തോഷം, നിങ്ങൾ കേട്ടു എന്ന് നിങ്ങൾക്കൊരു സന്തോഷം. അപ്പോൾ നമ്മൾ ക്യാരക്ടർ സ്കെച്ചസ് എല്ലാം തീർത്തു. അതിൻ്റെ കൂടെ ഗൂസ്ബെറീസും കോൺസെപ്റ്റൽ ഫ്രൂട്ടും ഒന്ന് ഓടിച്ച് പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം നമ്മൾ ക്യാരക്ടർ സ്കെച്ചസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനിയും വരുന്നുണ്ട് 1-2 വീഡിയോസ് കൂടെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വീഡിയോസ് കൂടെ വരുന്നുണ്ട്. സോ ready?